സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സ്നേഹാലൗകസുമോഹനവദനാം കരുണാർദ്രാനതനയനാം രമ്യാം ശ്രുതജനപാലനവ്യഗ്രാം സൗമ്യാം അമൃതാനന്ദമയീം പ്രണമാമി. വംശീവിഭൂഷിതകരാത് നവനീരദാഭാത് പീതാംബരാദരുണബിംബഫലാധരോഷ്ടാത് പൂർണേന്ദുസുന്ദരമുഖാദരവിന്ദനേത്രാത് കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന സമാരാധ്യരായ എല്ലാ സന്യാസിനി ശ്രേഷ്ഠന്മാരുടെയും ഭാഗവത തത്വസമീക്ഷാ സത്രത്തിൽ പങ്കെടുക്കുവാനായി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ജിജ്ഞാസുക്കളായ എല്ലാ ഭാഗവത പഠിതാക്കളുടെയും പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് കുറച്ച് സമയം ധ്രുവചരിതത്തിൻ്റെ ചില സാധ്യതകളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് ഭഗവത് പാദങ്ങളിൽ ഈ വാക്കുകൾ സമർപ്പിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ആമുഖമായി എനിക്കൊരു അപേക്ഷ കൂടിയുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമാണ് ആദ്യമായിട്ട് സ്വാമിജി സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുത്തത്. ഞാനൊരു സാമ്പ്രദായികമായി ഭാഗവതം പഠിക്കുകയോ കൈകാര്യം ചെയ്യുകയോ സപ്താഹ രീതിയിൽ അവതരിപ്പിക്കുകയോ ചെയ്യുന്ന ആളല്ല എന്ന് അന്നും ഞാൻ ആമുഖമായി പറഞ്ഞിരുന്നു. അതിൻ്റെ പരിമിതികളും ഒക്കെ എനിക്കുണ്ടാവാൻ സാധ്യതയുമുണ്ട്. ഒരു അക്കാദമിക തലത്തിലാണ് ശ്രീമദ് ഭാഗവതത്തെ പഠിച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഭക്തി കൊണ്ടും യുക്തി കൊണ്ടും വിഭക്തി കൊണ്ടുമൊക്കെ ജ്ഞേയം ഭക്തിയാ യുക്തിയാ വിഭക്തിയാ ച ജ്ഞേയം ഭാഗവതം സ്മൃതം എന്ന നമുക്കെല്ലാവർക്കും അറിയാം. ഓരോ കാലത്തോടും ചേർന്നു നിന്ന് പഠിക്കപ്പെടുമ്പോഴേ അതത് കാലത്തിൻ്റെ, അതത് ദേശത്തിൻ്റെ, അതത് സംസ്കാരത്തിൻ്റെ സാധ്യതകൾക്കനുസരിച്ച് വ്യാഖ്യാന സാധ്യതകൾ തേടുമ്പോഴേ ഒരു കൃതി അതൊരു ക്ലാസിക്കൽ കൃതിയായി നിലനിൽക്കുകയുള്ളൂ. എല്ലാ കാലത്തും അതിൻ്റെ വായനക്കാർക്ക്, അതിൻ്റെ പഠിതാക്കൾക്ക് പുതിയ പുതിയ അർത്ഥസാധ്യതകളെ തിരിച്ചറിയുന്ന രീതിയിൽ ഒരു കൃതി മാറിത്തീരുന്നതാണ് ആ കൃതിയുടെ ഏറ്റവും വലിയ സാധ്യത. ശ്രീമദ് ഭാഗവതം ഏറ്റവും ആത്യന്തികമായി നമുക്കറിയാം, ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബ്രഹ്മയേത് എന്ന പ്രസിദ്ധമായ വാക്യമനുസരിച്ച് ഇതിഹാസ പുരാണങ്ങളുടെ ലക്ഷ്യം, ഇതിഹാസ പുരാണങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത് വേദതത്വത്തിൻ്റെ ഉപബ്രഹ്മണം തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു മഹാ ഉദ്യമത്തിനാണ്, അതിൻ്റെ പ്രവചനത്തിനാണ് നമ്മളൊക്കെ ഇവിടെ ശ്രമിക്കുന്നത്. വേദതത്വത്തെ എപ്രകാരം ഇതിഹാസ പുരാണങ്ങളിലൂടെ ഋഷി വ്യാഖ്യാനിച്ചു എന്ന് തിരിച്ചറിയുന്നതിന്. ഞാൻ ആമുഖമായി പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായി ഒന്നുകൂടി ഈ ഒരു മഹാസാഗരത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് എൻ്റെ മുമ്പിലിരിക്കുന്ന ആചാര്യശ്രേഷ്ഠന്മാരോടോ സന്യാസിവര്യന്മാരോടോ ഉള്ള സംവാദമല്ല. കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ജ്ഞാനം കൊണ്ട്, അനുഭവ പക്വത കൊണ്ട്, എല്ലാം കൊണ്ടും എന്നെക്കാൾ മുകളിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ എത്തരത്തിൽ ഈ വിഷയത്തെ സമീപിച്ചാലും അതൊന്നും പൂർണ്ണമാവുകയില്ല നിങ്ങളുടെയൊക്കെ അനുഭവ ജ്ഞാന സമ്പത്തുകൾക്ക് മുമ്പിൽ. മാത്രമല്ല പല പ്രഗത്ഭ പ്രഭാഷകരും ഇവിടെ വന്നിട്ടുമുണ്ട്, ഇനിയുള്ള ദിവസങ്ങളിൽ വരാനിരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഈ ഒരു ചിന്തയ്ക്ക് ധാരാളം പരിമിതികൾ ഉണ്ടെങ്കിലും ഈ ചിന്തയ്ക്ക് പുതിയ തലമുറ നമ്മുടെ ഇതിഹാസ പുരാണങ്ങളെ എപ്രകാരം പഠിക്കുന്നു, നോക്കിക്കാണുന്നു,
പുതിയ കാലത്തോട് ചേർന്നു നിന്ന് സംവദിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളും സാധ്യതകളും ഇതിലുണ്ടാവാം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ചിന്തയോടുകൂടി മാത്രമേ ഈ വിഷയത്തിലുള്ള ഈ സംസാരത്തെ ശ്രവിക്കാവൂ എന്ന ആമുഖമായി പറഞ്ഞുകൊണ്ട് വേദ ഉപബ്രഹ്മണമാണ് അഥവാ വേദചിന്തയുടെ വ്യാഖ്യാനമാണ് ഇതിഹാസ പുരാണങ്ങളുടെ ലക്ഷ്യം എന്നതനുസരിച്ച് നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും മുഴുവൻ ചെയ്തിട്ടുള്ളത് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഏകമായ തത്വത്തെ, പ്രപഞ്ചകാരണമായ ഏകതത്വത്തെ സാമാന്യ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഒരു വൈദിക സംസ്കാരമോ അത് വായിച്ചു മനസ്സിലാക്കുന്നതിനുള്ള ബൗദ്ധിക പക്വതയോ ഇല്ലാത്ത ഒരു സമൂഹത്തെ, അതായത് ഭാരതത്തിന്റെ ദാർശനിക പദ്ധതിയിൽ നിന്നും ഒരാളും പിന്നോട്ട് പോകരുത്, ഭാരതത്തിന്റെ ഈ ജ്ഞാനസ്രോതസ് എല്ലാവരിലേക്കും എത്തിച്ചേരണം, അത് പല വിധത്തിൽ പല രൂപത്തിൽ, അത് കഥകളിലൂടെ ആയാലും മറ്റു തത്വപ്രവചനങ്ങളിലൂടെ ആയാലും സ്തുതികളിലൂടെ ആയാലും വർണ്ണനകളിലൂടെ ആയാലും പ്രാർത്ഥനകളിലൂടെ ആയാലും ഒക്കെ പല തലങ്ങളിൽ നിൽക്കുന്ന ശ്രോതാക്കളെ തത്വത്തിലേക്ക് ഉപനയിക്കുക. ഓരോരുത്തരും ഭാഗവതത്തിലേക്ക് ഉപനയിക്കപ്പെടുകയാണ്. ഭാഗവതത്തിലൂടെ ഉപനയനം എന്ന വാക്കിനെ, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു എൻ്റെ വിഷയം ആശ്രമധർമ്മങ്ങളായിരുന്നു, അപ്പൊ നമ്മൾ ഈ വിഷയത്തെ കണ്ടിരുന്നു. ഉപനയനം എന്നതിന് സമീപത്തേക്ക് നയിക്കുക, ഗുരു സമീപത്തേക്ക്, ജ്ഞാന സമീപത്തേക്ക് നയിക്കുക എന്ന അർത്ഥത്തിൽ ഭാഗവതത്തിലൂടെ ശാസ്ത്രബോധം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുകയും അങ്ങനെ വേദതത്വത്തിലേക്ക്, ഭാരതീയന്റെ സനാതന ചിന്തയായ വേദതത്വത്തിലേക്ക് പഠിതാവിന്റെ മനസ്സിനെ എത്തിച്ചേരുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിഹാസ പുരാണങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശ്രീമദ് ഭാഗവതത്തിലെ ഏത് തത്വവും ഏതു കഥയും ഒരൊറ്റ ആശയത്തിൽ മനസ്സിലാക്കിയതിനു ശേഷമേ വ്യാഖ്യാനിക്കാൻ പറ്റൂ എന്ന് ഭാഗവതം മുഴുവനും വായിക്കുമ്പോൾ എനിക്ക് വ്യക്തിപരമായി തോന്നാറുണ്ട്. അത് വേദ മഹാവാക്യങ്ങളുടെ വിശദീകരണത്തിന് വേണ്ടിയാണ് ഭാഗവതാദി കഥകൾ മുഴുവൻ രചിച്ചിട്ടുള്ളത്. തത്വമസി മഹാവാക്യത്തിന്റെ വിപുലീകരണമാണ്, തത്വമസി മഹാവാക്യത്തിന്റെ വ്യാഖ്യാനമാണ് ശ്രീമദ് ഭാഗവതാദി പുരാണങ്ങളിലൂടെ മുഴുവൻ ഋഷി ചെയ്തിട്ടുള്ളത്. പ്രപഞ്ചകാരണമായ ഈ പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങൾക്കും ആചാര്യസ്വാമികൾ പറഞ്ഞതുപോലെ ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരായാ സംവിദുജൃംഭത്തെ, മനീഷാ പഞ്ചകത്തില് ജാഗ്രത് സ്വപ്ന സുഷുപ്തികളിൽ ഏതൊരു ചിന്തയാണോ അനവരതം, ഏതൊരു സംവിത്താണോ അനവരതം അനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നത്, യാ ബ്രഹ്മാദി പിപീലികാന്ത തനുഷു പ്രോതാ ജഗത് സാക്ഷിണി, ബ്രഹ്മാവ് മുതൽ ഒരു പിപീലികയിൽ വരെ എന്തൊന്നാണോ അനസ്യൂതമായി കോർക്കപ്പെട്ടിരിക്കുന്നത്, ആ പരമമായ ചൈതന്യം, പ്രപഞ്ചത്തിനു മുഴുവൻ കാരണമായ ശുദ്ധമായ ഏക ചൈതന്യം എന്ന തത് പദവും അനേക ജീവാത്മാക്കളിൽ വ്യാപരിച്ചു കിടക്കുന്ന, പ്രപഞ്ചത്തിലെ ബ്രഹ്മാദി പിപീലികാന്തങ്ങളായ കോടാനുകോടി സ്ഥാവര ജംഗമാദി വസ്തുക്കളിൽ വ്യാപരിച്ചു കിടക്കുന്ന വ്യഷ്ടി ചൈതന്യവും തത്പദമെന്ന സമഷ്ടി ചൈതന്യവും പ്രപഞ്ചം മുഴുവൻ വ്യാപരിച്ചു കിടക്കുന്ന ഒരേയൊരു ചൈതന്യത്തിന്റെ വിവിധ ഭാവങ്ങളായ ജീവചൈതന്യമെന്ന ത്വത്പദവും ത്വംപദവും ഇവ തമ്മിലുള്ള ഐക്യമാണ് ജീവാത്മ പരമാത്മ ഐക്യം ലയമെന്ന മഹാവാക്യാർത്ഥത്തിന്റെ വിപുലീകരണത്തിന് വേണ്ടിയാണ് ശ്രീമദ് ഭാഗവതാദി കഥകൾ രചിക്കപ്പെട്ടിട്ടുള്ളത്. അത്തരത്തിൽ നമ്മൾ ഭാഗവതത്തെ സമീപിക്കുമ്പോൾ, ശ്രീമദ് ഭാഗവതത്തെ സമീപിക്കുമ്പോൾ പരമപുരുഷനായ പ്രപഞ്ചകാരണമായ വിരാട് പുരുഷനായ തന്റെ സ്വരൂപത്തിൽ പ്രപഞ്ചത്തെ മുഴുവൻ വഹിക്കുന്ന സമഷ്ടി ചൈതന്യമായ ശ്രീകൃഷ്ണ പരമാത്മാവ് എന്ന പരമപുരുഷനെ കാണിച്ചു തന്നുകൊണ്ട് അനേക ജീവ ജന്തു മനുഷ്യ കഥകളിലൂടെ ശ്രീമദ് ഭാഗവതത്തിലെ ഓരോ കഥാപാത്രവും ഈ തത്പുരുഷനെ പ്രാപിക്കുന്നതിനുള്ള യാത്രയിലാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഓരോരുത്തരും യാത്രയുടെ പല ഘട്ടങ്ങളിലെത്തിയവരാണ്. ഭഗവാനോട് അടുത്തു നിൽക്കുന്നവരുണ്ട്, ഭഗവാന്റെ പാർഷദന്മാരുണ്ട്, ഭഗവാനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഗോപിക ഗണങ്ങളുണ്ട്, ഭഗവാന്റെ പത്നിമാരുണ്ട്, ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നവരുണ്ട്.
ഇവരൊക്കെ ഈ യാത്രയുടെ പല ഘട്ടങ്ങളിൽ ഭഗവാനിലേക്കുള്ള തൻ്റെ പരമകാരണമായ ചൈതന്യത്തിലേക്കുള്ള ഓരോ നദിയുടെയും ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം സമുദ്രത്തെ പ്രാപിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഭഗവാൻ എന്ന മഹാസാഗരത്തിലേക്കുള്ള പ്രയാണത്തിന്റെ ഒരു മഹായാത്രയിലെ ബിന്ദുക്കളാണ്. കടലിന്റെ ആഴം ഞാൻ അറിയുമ്പോൾ ഞാനാകും കണവുമങ്ങതിൽ ലീനമാകും, പിന്നെ കരകേറാൻ ഞാനില്ലെന്നാകും എന്ന് കവി പറഞ്ഞതുപോലെ ഭഗവാൻ എന്ന തത്പുരുഷൻ എന്ന സമഷ്ടി പ്രപഞ്ച കാരണമായ ചൈതന്യം എന്ന ഒരു മഹാസാഗരത്തിലേക്ക് പല കൈവഴികളിലൂടെ, പല ചെറിയ നീർച്ചാലുകളിലൂടെ നമ്മള് എല്ലായിടത്തും പെയ്യുന്ന മഴയിൽ ഉണ്ടാവുന്ന ചെറിയ നീർക്കെട്ടുകൾ പോലും സമുദ്രം എന്ന മഹാലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നത് പോലെ ജീവന്റെ മഹായാത്രയുടെ പല ഘട്ടങ്ങളിൽ നിൽക്കുന്ന പല കഥാപാത്രങ്ങളാണ്. അതിൽ ദുഷ്ട കഥാപാത്രങ്ങളെ, കാളിയിലെ പോലുള്ള കഥാപാത്രങ്ങളെ ഈ പരമപുരുഷനിലുള്ള ലയത്തിലേക്ക് ഒത്തിരി ദൂരെ ഇനിയും ധാരാളം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഭഗവാൻ നിഗ്രഹ അനുഗ്രഹങ്ങളിലൂടെ ഈ ജീവകോടികളെ മുഴുവനും താനെന്ന പരമതത്വത്തിലേക്ക് ലയിപ്പിക്കുക എന്ന ഒരു മഹാ അത്ഭുതമാണ് ഭാഗവതാദി ഗ്രന്ഥങ്ങളിലൂടെ ഋഷി നിർവഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാഗവതത്തിലെ ഓരോ കഥാപാത്രത്തെയും നമ്മൾ പ്രഹ്ലാദന്റെ കഥ എടുത്താലും, ഋഷഭദേവന്റെ കഥ എടുത്താലും, പൃഥുവിന്റെ കഥ എടുത്താലും, ധ്രുവന്റെ കഥ എടുത്താലും, ഏതൊക്കെ കഥകൾ എടുത്താലും കഥകൾ വ്യത്യസ്തമാണ്, കഥാപാത്രങ്ങൾ വ്യത്യസ്തമാണ്, അവരുടെ ജീവിതത്തിലെ വൃത്തികൾ വ്യത്യസ്തമാണ്. കാളിയൻ വിദ്വേഷ രീതിയിലായിരിക്കാം, കാളിയൻ ഭഗവാനോട് എതിർത്തുകൊണ്ടായിരിക്കാം, ഭഗവാനെ ബാല്യകാലത്ത് ഭഗവാന് ശല്യം ഉണ്ടാക്കാൻ വന്നിട്ടുള്ള ജീവികൾ എല്ലാവരും ഒരുപക്ഷെ എതിർത്തുകൊണ്ടായിരിക്കാം, പൂതനെ എതിർത്തുകൊണ്ടായിരിക്കാം. പക്ഷേ ഇവരെല്ലാവരും ഈ ജീവകോടികൾ ഓരോന്നും ഭഗവാനിലേക്കുള്ള ഈ അയനത്തിന്റെ ഭാഗമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടേ കഥയും കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും പേരുകളും വ്യത്യാസപ്പെട്ടിരുന്നാലും നാമരൂപങ്ങൾ ഭിന്നമാണെങ്കിലും വാചാരംഭണം വികാരോ നാമധേയം മൃത്തികേത്യേവ സത്യം എന്ന് ഛാന്തോഗ്യോപനിഷത്തിലെ തത്വമസി മഹാവാക്യത്തിന് ഉപദേശത്തിന് മുൻപേ ആചാര്യൻ ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏകേന മൃത്പിണ്ടേന മൃണ്മയം സർവം വിജ്ഞാതം സ്യാത്. ഒരു മണ്ണിനെ കൊണ്ട്, മണ്ണുകൊണ്ടുണ്ടാക്കിയ എല്ലാ വസ്തുക്കളും അറിയപ്പെടുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലെ നാനാ നാമരൂപാദികളിൽ ഇരിക്കുന്ന ജീവകോടികളെല്ലാം ഈ ഏകമായ തത്വത്തിന്റെ ഭാഗമാണ് എന്ന് ഉറപ്പിക്കാനായി ഒരിടത്ത് ധ്രുവനായി പറഞ്ഞെങ്കിൽ, ഒരിടത്ത് കപിലനായി പറഞ്ഞെങ്കിൽ, ഒരിടത്ത് ഋഷഭദേവനായി പറഞ്ഞെങ്കിൽ പല പേരുകളിൽ അറിയപ്പെടുന്നത് ഈ ഒരു തത്വമാണ് എന്ന് മനസ്സിലാക്കാം. അങ്ങനെ വരുമ്പോൾ ശ്രീമദ് ഭാഗവതത്തിലെ കഥയുടെ അടരുകളെ എടുത്തു മാറ്റിയാൽ, കഥ ഒരു തരത്തിൽ കുട്ടികള് മരുന്ന് കഴിക്കാൻ മടിക്കുന്ന കുട്ടിക്ക് അമ്മ ഷുഗർ കോട്ട് ചെയ്ത ഗുളിക കൊടുക്കുന്നത് പോലെയാണ് കഥകള്. കഥയുടെ സ്വാദില്, കഥയുടെ ഈ മരുന്നിന്റെ ഉള്ളിലത്തെ രുചി അരുചി മനസ്സിലാക്കാതിരിക്കാനായിട്ട് പുറത്തെ ഈ ചെറിയ സ്വാദ് കൊണ്ട് കുറച്ചു നേരത്തേക്ക് കുട്ടി മറക്കുന്നത് പോലെ കഥയുടെ സ്വാദിൽ ധ്രുവന്റെ, നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ധ്രുവചരിതം സ്വാമിജി ഇവിടുന്ന് പറഞ്ഞപ്പോ ഏറ്റവും സന്തോഷം തോന്നിയത് കുട്ടിക്കാലം മുതലേ കേൾക്കുന്ന കഥയാണ്. കുട്ടിയായിരിക്കുമ്പോഴേ ഏകദേശം വർത്തമാനം പറയാൻ തുടങ്ങിയ പ്രായം മുതലേ പറയുന്നതാണ്. മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ കഥാപാത്രങ്ങളാണ് ധ്രുവനും പ്രഹ്ലാദനും ഒക്കെ. അതുകൊണ്ട് തന്നെ ധ്രുവന്റെ കഥ കുറച്ചുകൂടി കഴിയുമ്പോൾ ആദ്യം കഥ എന്ന ഷുഗറിലെ കോട്ട് ചെയ്ത ഒരു രസമുള്ള സാധനം കഴിച്ചു. പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഉള്ളിൽ കിടക്കുന്നത് കുറച്ച് വളരെ ശക്തമായിട്ടുള്ള വസ്തുവാണ്. എന്നാലും ആ കഥയുടെ രുചിയിൽ കുട്ടി അത് കഴിച്ചു. പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോ അവന്റെ ഈ ലോകശാസ്ത്ര അവേക്ഷണം കൊണ്ട് ശാസ്ത്രം പഠിച്ച് ലോകത്തെ മനസ്സിലാക്കി കാലക്രമേണ ഈ ഉള്ളിൽ കിടക്കുന്ന ബീജമായി കിടക്കുന്ന ഈ ധ്രുവകഥ, അതിന് അനേകം അർത്ഥസാധ്യതകളുണ്ടെന്ന്. ധ്രുവന്റെ അച്ഛനായ ഉത്താനപാദൻ ഒരു രാജാവ് മാത്രമായിരുന്നില്ല, അതൊരു പ്രതീകമായിരുന്നുവെന്ന്. ധ്രുവന്റെ അമ്മമാരായ സുരുചിയും സുനീതിയും ഒന്ന് ധ്രുവനോട് വഴക്കു കൂടുന്ന ഒരു അമ്മയായിട്ടായിരുന്നു ഒന്ന് മനസ്സിലുണ്ടായിരുന്നത്.
ഒന്ന് മകനെ സ്നേഹിക്കുന്ന ഒരു അമ്മയായിട്ടും ഈ കുട്ടി വീട്ടിൽ നിന്ന് വഴക്കിട്ട് ഇറങ്ങിപ്പോയി എന്നൊക്കെയായിരുന്നു കുട്ടിക്കാലത്തെ മനസ്സിൽ നമ്മുടെയൊക്കെ ഉണ്ടായിരുന്നത്. ഇവിടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഒരിക്കലും ശാരീരികമായ കുട്ടിക്കാലമല്ല. ബാലൻ എന്ന് പറഞ്ഞാൽ ശാസ്ത്രം ബാലനെ നിർവചിക്കുന്നത് ഗ്രഹണ ധാരണ പടു എന്നാണ് ശാസ്ത്രം ബാലനെ നിർവചിക്കുന്നത്. അപ്പൊ ബാല്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ബാല്യാവസ്ഥയല്ല. ഇവിടെ നമ്മൾ ഒരു മിടുക്കനായ ബാലനെ കാണുന്നു ധ്രുവചരിതത്തില്. അവൻ ഒരിക്കലും ശാരീരികമായ ബാല്യത്വം ധ്രുവനെ ബാധിച്ചിരുന്നില്ല എന്ന് നമുക്കറിയാം. നാരദ മഹർഷി ധ്രുവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോ പറയുന്നത്, നീ കളിക്കോപ്പുകൾ കളിക്കേണ്ട പ്രായമാണ്, നീ കുട്ടിയായി കളിച്ചു നടക്കേണ്ട പ്രായത്തില് ഇത്ര വലിയ കാര്യം നീ അത് ഋഷിമാർക്ക് പോലും അസാധ്യമായ കാര്യം ചെയ്യാൻ നീ പുറപ്പെടുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ധ്രുവൻ ഒരിക്കലും ഒരു ബാലനല്ല. കുട്ടിക്കാലത്ത് കഥയിൽ കേട്ട ധ്രുവൻ എങ്ങനെയോ സ്ഥിരപ്രതിഷ്ഠ നേടിയ ധ്രുവൻ, അവൻ ഒരു ബാലനല്ലെന്നും ബാലൻ എന്നതിന് ശാസ്ത്രം നിർവചിക്കുന്ന അർത്ഥം ഗ്രഹണധാരണ പട്ടുവാണ് ബാലൻ. ഗ്രഹിക്കാനും ധരിക്കാനുമുള്ള ശക്തി ആർക്കുണ്ടോ അവനെയാണ് ശാസ്ത്രം ബാലൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഗ്രഹണധാരണ പാടവത്തിലേക്ക് 65ാമത്തെ വയസ്സിലാണ് എത്തിച്ചേർന്നതെങ്കിൽ നമ്മൾ ശാസ്ത്രത്തിൽ ബാലനാണ്, ശാസ്ത്രത്തിൽ ശിശുവാണ്. അപ്പൊ ഒരു ബാലന്റെ കൗതുകത്തോടെ എപ്പോഴും കേൾക്കാനുള്ള മനസ്സ് നമുക്ക് ഇപ്പോഴും ഉണ്ടോ? ഒരു തത്വപ്രവചനം നടക്കുമ്പോ, ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോ, ഞാൻ ഇനിയിപ്പോ ഇത് കേട്ടിട്ട് എന്താ കാര്യം എന്ന് വിചാരിക്കാതെ എനിക്ക് പോണം എന്നുള്ള ഉത്സാഹം ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടോ? നമ്മള് വളരെ മിടുക്കുള്ള യൗവനപ്രായത്തിലേക്ക് എത്താൻ പോകുന്ന വ്യക്തിയായിട്ട് നമ്മളെ സ്വയം തിരിച്ചറിയാം. എന്തായാലും ഈ കഥകളുടെ മുഴുവൻ തത്വം, കഥകൾ കഥകളായി ആദ്യം ഗ്രഹിക്കുന്നു, ക്രമേണ കഥയ്ക്കുള്ളിലെ തത്വത്തിന്റെ അടരുകളിലേക്ക് പതുക്കെ 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 പഠിതാവിനെ ഉപനയിക്കുന്ന മനോഹരമായ ഋഷികലയുടെ ഏറ്റവും നല്ല ദൃഷ്ടാന്തങ്ങൾ നമുക്ക് ശ്രീമദ് ഭാഗവതത്തിൽ കാണാൻ സാധിക്കും. എല്ലാ പുരാണങ്ങളിലും ഇതുണ്ട്. എന്നിരുന്നാലും നമ്മുടെ മനസ്സ്, പ്രത്യേകിച്ചും നമ്മൾ ഓരോരുത്തരും ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി ശ്രീമദ് ഭാഗവതത്തെ സ്വീകരിച്ചത് കൊണ്ട് പറയുകയാണ്, ഈ ക്രമേണ കഥ വിട്ടിട്ട് ഭഗവാന്റെ കൂടെ ഒരു യാത്ര പോകുന്ന ജീവാത്മാക്കളാണ് നമ്മളെന്ന് തിരിച്ചറിയുക. ഈ യാത്രയില് പല ഘട്ടങ്ങളിലാണ് ഭഗവാൻ മുമ്പിൽ നടക്കുന്നുണ്ട്, പല ഘട്ടങ്ങളിൽ നമ്മൾ ഈ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ ഓരോരുത്തരെയും അവനവന്റെ തലത്തിൽ നിന്ന്, ഒരുപക്ഷെ കാളിയന്റെ മനസ്സാവാം നമുക്കൊക്കെ, ഒരുപക്ഷെ ക്രൂരനായിട്ടുള്ള മുഷ്ടികാസുരന്റെയോ ചാണൂരന്റെയോ മനസ്സാവാം നമുക്കൊക്കെ, ഒരുപക്ഷെ ഭഗവാന്റെ സഖിയായ അർജുനന്റെ മനസ്സാവാം, ഒരുപക്ഷെ രാധയുടെ മനസ്സാവാം. എന്തായാലും ഏത് മനസ്സിൽ നമ്മൾ നിൽക്കുന്നു ആ മനസ്സിൽ നിന്നും ഈ യാത്രയിൽ ഭഗവാൻ എന്ന സമുദ്രത്തിൽ നാം എത്തിച്ചേരുമ്പോഴേക്കും നമ്മുടെ ഈ ജീവന്റെ എല്ലാ പരിമിതികൾക്കും അതീതമായി ജീവനെ പരമാത്മാവിലേക്ക് ലയിപ്പിക്കുക എന്ന ലക്ഷ്യം ഭഗവാൻ നിർവഹിച്ചിട്ടുണ്ടാവും. അപ്പോ ഈ ഒരു മഹായാത്രയില്, ഒരു രസകരമായ യാത്രയിൽ, ആനന്ദം, ഓരോ നിമിഷവും ആനന്ദം മാത്രമുള്ള ഈ യാത്രയില് നമുക്ക് ഓരോരുത്തർക്കും യാത്രയുടെ ഭാഗമായി ധ്രുവനെ മനസ്സിലാക്കാം. ഇതിന് വളരെ രസകരമായിട്ട് ഛാന്തോഗ്യോപനിഷത്തിൽ ഒരു ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കുന്നുണ്ട്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ദൃഷ്ടാന്തമാണ്, എല്ലാവർക്കും അറിയാം, ഗാന്ധാര പുരുഷ ദൃഷ്ടാന്തം. ഗാന്ധാര പുരുഷ ദൃഷ്ടാന്തത്തിലെ സമ്പ്രദായം ഇങ്ങനെയാണ്. ഒരു ഗ്രാമത്തില് കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, അയാൾ രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ അയാളെ കുറെ തസ്കരന്മാര് കട്ടുകൊണ്ടുപോയിട്ട് അയാളുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ മുഴുവനും അപഹരിച്ച് രാത്രിയുടെ ഏതോ വിജനതയില് ഇയാളെ ഒരു കണ്ണ് കെട്ടിട്ടാണ് തട്ടിക്കൊണ്ടുപോയത്. കണ്ണ് കെട്ടി ശരീരം മുഴുവൻ കട്ടിലിനോട് ചേർത്ത് കെട്ടിയിട്ടാ തട്ടിക്കൊണ്ടുപോയെ. എന്നിട്ട് രാത്രിയുടെ ഏതോ ഒരു വിജനതയില് ഇയാളെ എവിടെയോ ഉപേക്ഷിച്ചിട്ട് തസ്കരന്മാര് ആവശ്യമുള്ളതൊക്കെ എടുത്ത് കടന്നു കളഞ്ഞു. പിറ്റേ ദിവസം രാവിലെയായി. ഇയാൾ ഉണർന്നപ്പോ ഇയാൾക്ക് ഒരു പരിചയമില്ലാത്ത നാട്ടിലാണ് ഇയാൾ നിൽക്കുന്നത്. നോക്കുമ്പോ കണ്ണ് കെട്ടിയിരിക്കുന്നു. എവിടെയാണ് ഒരു തലെത്തപ്പെട്ടതെന്ന് കൂടെ അറിയില്ല. അയാൾ ഉറക്കെ കിടന്നു നിലവിളിച്ചു. ആരൊക്കെയോ വന്നു. ഒരാള് കണ്ണഴിച്ചു കൊടുത്തു. ആരൊക്കെയോ ചേർന്ന് കയ്യിലെയും കാലിലെയും കെട്ടഴിച്ചു കൊടുത്തു. അയാൾ ചോദിച്ചു, ഇത് ഏത് നാട്, ഞാൻ എവിടെ എത്തി എന്ന് ചോദിച്ചു.
അപ്പൊ ബാക്കിയുള്ളവർക്ക് ആർക്കും ഇയാളുടെ ഭാഷയും മനസ്സിലാവണില്ല, ഒന്നും മനസ്സിലാവണില്ല. അതായത് ഏതോ വിദൂര പ്രദേശത്ത് എത്തിപ്പെട്ടിരിക്കുന്നു. ഞാൻ എവിടെ എത്തിന്ന് അറിഞ്ഞൂടാ, ആരാണ് തന്നെ കൊണ്ടുവന്നതെന്ന് അറിഞ്ഞൂടാ, എന്തായാലും ആഭരണങ്ങളൊന്നും ഇല്ല ശരീരത്തിൽ, ഒക്കെ കളവ് പോയിരിക്കുന്നു. ഇയാൾ ഒരു വിധത്തിൽ ചോദിച്ചു, ആൾക്കാരോട് ചോദിച്ചു, ഞാൻ ഗാന്ധാര ദേശത്തുനിന്ന് വരുന്നു, എന്റെ നാട് എവിടെയാണ്, എനിക്ക് അവിടേക്കുള്ള വഴി പറഞ്ഞു തരുമോന്ന് ചോദിച്ചു. പലരും പല വഴികളും പറഞ്ഞു കൊടുത്തു. പലരും ഗാന്ധാര ദേശം എന്ന് കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്ങനെയൊക്കെയോ ഈ ഗാന്ധാര ദേശത്ത് നിന്നുള്ള പുരുഷൻ പലരോടായി വഴി ചോദിച്ച് 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 അവസാനം തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നു. ഇത് ഉപനിഷത്തിൽ പ്രതിപാദിക്കുന്ന വളരെ മനോഹരമായ ഒരു യാത്രയാണ്. ഇതിന് ആചാര്യസ്വാമികൾ ഭാഷ്യം രചിച്ചപ്പോ ആചാര്യസ്വാമികള് ഇതിലെ ഓരോ കഥാപാത്രത്തെയും, ഗാന്ധാര പുരുഷനെയും അയാൾക്ക് വഴി പറഞ്ഞു കൊടുത്തവരെയും അയാളെ തട്ടിക്കൊണ്ടുപോയ തസ്കരന്മാരെയും ഒക്കെ പ്രതീകങ്ങളിൽ നിന്നും വേർതിരിച്ചുകൊണ്ട് അതിലെ തത്വത്തിലേക്ക് നമ്മയൊക്കെ കൊണ്ടെത്തിക്കുന്നുണ്ട്. ആചാര്യസ്വാമികൾ ഈ കഥയ്ക്ക് നൽകിയിരിക്കുന്ന വ്യാഖ്യാനം, കാമക്രോധാദികളായ തസ്കരന്മാരാൽ കണ്ണുകെട്ടപ്പെട്ട് എടുത്തുകൊണ്ടുപോയ ഒരു പുരുഷൻ, കാമവും ക്രോധവും ലോഭവും മോഹവും മതവും മാത്സര്യവും അങ്ങനെ നമ്മുടെ മനസ്സിന്റെ നന്മയ്ക്ക് ശുദ്ധിക്ക് കളങ്കം വരുത്തുന്ന എന്തൊക്കെയുണ്ടോ അവരെല്ലാവരും കൂടി നമ്മുടെ കണ്ണുകെട്ടി നമ്മളെ എവിടേക്കോ കൊണ്ടുപോവാണ്. ഒരു പായ്ക്കപ്പലിൽ ഗതി നഷ്ടപ്പെട്ടു പോയ പായ്ക്കപ്പൽ പോലെ ഇവരെല്ലാവരും കൂടി നമ്മളെ നയിക്കുകയാണ്. കണ്ണുകെട്ടി എന്നതിന് ആചാര്യന്മാർ പറയുന്ന അർത്ഥം ശരിയായ ജ്ഞാനത്തെ മറച്ചു വെച്ചുകൊണ്ട്, അവന്റെ ഉള്ളിലെ ജ്ഞാനത്തെ മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കാമവും ക്രോധവും ഒക്കെ. അങ്ങനെ കൊണ്ടുപോയി അവരുടെ ആവശ്യമൊക്കെ കഴിഞ്ഞപ്പോ, അവർക്ക് നമ്മളിൽ നിന്നും എടുക്കാനുള്ളത് മുഴുവൻ എടുത്തു കഴിഞ്ഞപ്പോ, നമ്മളെ ഒന്നിനും കൊള്ളാതായപ്പോ എവിടെയോ ഇട്ടിട്ട് അവർ കടന്നു കളഞ്ഞു. ഇപ്പൊ നമ്മള് കണ്ണും കെട്ടി കാമക്രോധാദികൾ കൊണ്ട് ശരീരവും മുഴുവൻ അവരുടെ അധീനതയിലായി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതെ ഇനി ഞാൻ പുറപ്പെട്ടിടത്ത് തിരിച്ചെത്തണം, എന്റെ സ്വധാമത്തിലേക്ക്. ഞാൻ പുറപ്പെട്ടത് എവിടെന്നാ? ഈ പരമമായ ചൈതന്യത്തിൽ നിന്നാണ്. പറഞ്ഞു വരുന്നത് തത്പുരുഷനിൽ നിന്നും വേർപെട്ട ജീവകോടികളുടെ കഥയാണിത്. പ്രപഞ്ച ചൈതന്യത്തിൽ നിന്നും വേർപെട്ട ജീവകോടികളുടെ കഥയാണ് ഈ ദൃഷ്ടാന്തത്തിലൂടെ ഋഷീശ്വരന്മാർ പറഞ്ഞു തന്നത്. ഈ ജീവകോടികളെ പലയിടത്തേക്ക് വ്യാപരിപ്പിച്ചത് കാമക്രോധാദികളായ തസ്കരന്മാരായിരുന്നു. അങ്ങനെ എവിടെയോ എത്തി താൻ പുറപ്പെട്ട തൻ്റെ ആത്മസ്വരൂപത്തിൽ നിന്നും തനിക്ക് തിരിച്ചെത്തിച്ചേരാൻ പറ്റാത്തത്രയും ദൂരം നമ്മളൊക്കെ എത്തിക്കഴിഞ്ഞു. അപ്പോഴാണ് ജ്ഞാനിയായ ഒരു ഗുരു ഈ കണ്ണിലെ കെട്ടഴിച്ചിട്ട്, നമ്മൾ പല ഗുരുക്കന്മാരുടെ അടുത്ത് പോയി, വിവേകാനന്ദൻ പോയതുപോലെ നിങ്ങൾക്ക് എൻ്റെ ദുഃഖത്തിന് പരിഹാരം ഉണ്ടാക്കി തരാൻ പറ്റുമോ, നിങ്ങൾക്ക് എന്നെ ജ്ഞാനത്തിലേക്ക് നയിക്കാൻ പറ്റുമോ, പലരോടായി ചോദിച്ച് 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 അവസാനം ജ്ഞാനിയായ ഒരു ഗുരു വരൂ ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ഈ ജീവനെ തിരിച്ച് സ്വധാമത്തിലേക്ക് ഉപനയിക്കുന്ന മനോഹരമായ ഒരു യാത്രയുടെ കഥയാണിത്. അപ്പോ ജീവന്റെ അനന്തമായ പ്രയാണത്തിൽ പലയിടങ്ങളിലായി എത്തപ്പെട്ട ജീവകോടികളെ തത്വസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്ന ഒരു മഹത്തായ ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ട് തന്നെ ധ്രുവചരിതത്തിന്റെ കഥാസാധ്യതകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമുക്കിവിടെ ധ്രുവചരിതത്തെ രണ്ട് രീതിയിൽ അപഗ്രഥിക്കാം. ഒന്ന്, ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു, ശ്രീമദ് ഭാഗവതം ഒരു സാഹിത്യകൃതി എന്ന നിലയിൽ ഒരു ക്ലാസിക്കൽ കൃതിയാവുന്നത്, നമ്മുടെയൊക്കെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു കൃതിയാവുന്നത്, അത് അതത് കാലത്തോട് അതത് കാലത്തിന്റെ സാധ്യതകളോട് സംവദിക്കുന്നത് കൊണ്ടാണ്. ഒപ്പം ശ്രീമദ് ഭാഗവതത്തിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ ആചാര്യന്മാർ, ഈ പുരാണങ്ങൾ നിർമ്മിച്ച ആചാര്യന്മാരുടെ മുമ്പിൽ ഒരു വിശ്വസമൂഹം കൂടിയുണ്ട്. ഒരു ലോക സമൂഹത്തെ കൊണ്ട്, കേവലം കേരളീയർക്കോ ഭാരതീയർക്കോ മാത്രമല്ല, ലോകം മുഴുവനുമുള്ള ഒരു വിശ്വസമൂഹത്തെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കൃതികൾ രചിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭാഗവതം പലപ്പോഴും സംവദിക്കുന്നത് ഒരു ഭക്ത സമൂഹത്തോട് സംവദിക്കുന്നുണ്ട്. പക്ഷേ ഭക്ത സമൂഹത്തോട് സംസാരിക്കുന്നത് പോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച യുക്തി കൊണ്ട് ശാസ്ത്രത്തെ അപഗ്രഥിക്കുന്നവരോടും
ഒരു കുറച്ചുകൂടി വിശാലമായി ഒരു സാമൂഹ്യ തലത്തിൽ വിഷയത്തെ അപഗ്രഥിക്കുന്നവരോടും ഈ കൃതി ഒരേ സമയം സംവദിക്കുന്നു എന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ 2 രീതിയിൽ നമുക്ക് ധ്രുവചരിതത്തെ സമീപിക്കാമെന്ന് തോന്നുന്നു. ഒന്ന്, ധ്രുവചരിതത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭഗവാനെ ധ്രുവൻ സ്തുതിക്കുന്ന ഏറ്റവും ശാസ്ത്രസാരമായ യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്തം എന്ന നമുക്കൊക്കെ സുപരിചിതമായ ആശയങ്ങൾ, അത് നാം നേരത്തെ സൂചിപ്പിച്ച തത്വമസി മഹാവാക്യത്തിന്റെ കൃത്യമായ നിർദ്ധാരണമാണ്. അപ്പോ ധ്രുവചരിതത്തിന്റെ മർമ്മം ഇരിക്കുന്നത്, ധ്രുവചരിതത്തിന്റെ ഹൃദയം ഇരിക്കുന്നത് കഥയിലല്ല, സുരുചിയിലോ സുനീതിയിലോ ഉത്താനപാദനിലോ അല്ല, ധ്രുവനെ മധുവനത്തിലേക്ക് ഉപനയിച്ച നാരദനിലുമല്ല, ധ്രുവന് ഭഗവാന്റെ ദർശനം കിട്ടി എന്നതിലുമല്ല ഇരിക്കുന്നത്. മറിച്ച് ഈ കഥയുടെ മർമ്മം ഇരിക്കുന്നത് ഭഗവത് തത്വത്തെ തിരിച്ചറിയിപ്പിക്കുന്ന ധ്രുവൻ എന്ന ജീവാത്മാവ് തന്റെ പരമചൈതന്യവുമായി ഒന്നു ചേരുന്നു എന്നിടത്താണ് ഈ ധ്രുവചരിതത്തിന്റെ മർമ്മം ഇരിക്കുന്നത്. അതുകൊണ്ട് കഥയിലെ ഏറ്റവും മർമ്മപ്രധാനമായ ഈ ധ്രുവ സ്തുതി ഭാഗങ്ങളിൽ നാം കാണുന്ന തത്വമസി മഹാവാക്യത്തിന്റെ ഏകത്വ ദർശനം, അതിനുള്ള വ്യക്തമായ ഒരു ആമുഖം നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. മറ്റൊന്ന്, അടുത്ത ഘട്ടത്തിൽ നാം പ്രവേശിക്കുന്ന ധ്രുവചരിതത്തിന്റെ സാമൂഹ്യ തലം. ധ്രുവചരിതം, ധ്രുവന്റെ കഥ കേട്ടു, ഭഗവാനെ കണ്ടു, ധ്രുവ നക്ഷത്രം മുകളിലുണ്ട്. പണ്ടൊക്കെ കുട്ടിയായിരിക്കുമ്പോൾ ഊണ് കഴിക്കുമ്പോൾ അതാണോ ധ്രുവ നക്ഷത്രം എന്ന് ചോദിച്ച് വായിൽ ചോറുരുട്ടിത്തരുന്ന ഒരു കാലമൊക്കെ നമുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ മുകളിൽ എപ്പോഴും ധ്രുവ നക്ഷത്രം ഉണ്ട് എന്ന് കരുതി ധ്രുവൻ നക്ഷത്രമായി എന്ന മനോഹരമായ ഒരു കഥയുടെ പശ്ചാത്തലത്തിൽ നിന്നും നാം തിരിച്ചറിയുന്ന ധ്രുവചരിതത്തിന്റെ സാമൂഹ്യ തലം, അവിടെ നമ്മൾ സുരുചിയെയും സുനീതിയെയും ഉത്താനപാദനെയും ഒക്കെ ചില സങ്കല്പങ്ങളുടെ പ്രതീകമായി തിരിച്ചറിയുന്നു. അങ്ങനെ 2 ഘട്ടങ്ങളായിട്ടാണ് നാം ഈ വിഷയത്തെ സമീപിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ഭാഗം ഈ തത്വ നിർദ്ധാരണമാണ്. നമുക്കറിയാം, കഥയിൽ ഉത്താനപാദ നൃപതർ മനുനന്ദനസ്യ ജയാ ബഭൂവ സുരുചിർ നിതരാമഭീഷ്ട അന്യാ സുനീതിരീതി ഭർത്തുരനാദൃതാസാ ത്വമേവ നിത്യമഗതി ശരണം ഗതാഭൂത് എന്ന് മേൽപ്പത്തൂർ പറഞ്ഞതുപോലെ ഒരു വലിയ കഥയെ മിതം ച സാരം ച വചോ ഹി വാക്മിതാം, ബ്രിവിറ്റി ഈസ് ദ സോൾ ഓഫ് ലിറ്ററേച്ചർ, ആർട്ട് എന്ന് പറഞ്ഞ പോലെ പരമമായ സംക്ഷിപ്തതയുടെ കലയെ സ്വായത്തമാക്കിയ ഒരു മഹാദാർശനികൻ, ഒരു മഹാകവി, ഒരു മഹാവൈയാകരണൻ, ഒരു മഹാമീമാംസകൻ നമ്മുടെ മുന്നിൽ ഈ കഥയെ മുഴുവനും ഉത്താനപാദ നൃപതർ മനുനന്ദനസ്യ ഒറ്റ ശ്ലോകം കൊണ്ട് കഥയുടെ തത്വം മനസ്സിലാക്കി തന്നു. 2 പത്നിമാരുണ്ടായിരുന്നു. വളരെ ലളിതമായിട്ടുള്ള കഥ. അച്ഛന്റെ മടിയിൽ കയറി ഇരിക്കണം എന്ന് ഈ കുട്ടി ആഗ്രഹിച്ചു. അമ്മ പറഞ്ഞു എന്റെ മകനായാൽ മാത്രമേ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും അച്ഛന്റെ മടിയിൽ കയറി ഇരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അമ്മയായ സുനീതിയുടെ നിർദ്ദേശപ്രകാരം ഭഗവാനെ പ്രാർത്ഥിക്കാനായി തപസ് ചെയ്യാനായി പുറപ്പെട്ടു. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, എന്തായാലും അച്ഛന്റെ മടിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത്ര കഠിനമായ തപസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കുറച്ചും കൂടെ അവൻ വീട്ടിൽ നിന്ന് സ്ട്രഗിൾ ചെയ്തിരുന്നുവെങ്കിൽ അച്ഛന്റെ മടി കയറി ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മാത്രല്ല, ഇത്രയും തപശ്ചര്യയില് ധ്രുവന്റെ തപസ് വർണ്ണിക്കുന്ന ഭാഗം നമുക്കറിയാം. ഇത്രയും ഗാഠമായ തപശ്ചര്യയില് മനസ്സ് നിർത്താൻ സാധ്യതയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും അച്ഛന്റെ മടി കയറിയിരിക്കണം എന്ന തുച്ഛമായ ആഗ്രഹം ഉണ്ടാവുകയില്ല. അപ്പോ അച്ഛന്റെ മടിയിൽ കയറി ഇരിക്കാൻ എന്നൊക്കെ ഉള്ളത് നാം ആദ്യം പഠിച്ച കഥയുടെ ഒരു ഭാഗമായി തിരിച്ചറിയുക. എന്തായാലും തൻ്റെ ലക്ഷ്യത്തിലേക്ക് ധ്രുവൻ യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. നമ്മൾ ഓരോരുത്തരും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ജീവാത്മാക്കൾ ഓരോരുത്തരും ഈ ഗാന്ധാര പുരുഷന്റെ കഥയിലെ പോലെ ഓരോരുത്തരും യാത്രയുടെ ഓരോ വഴിയിലാണ്. അത് സ്വയം ആലോചിച്ച, ഇത് അവനവനെ കുറിച്ചാ പറയുന്നത്, ധ്രുവനെ കുറിച്ചല്ല. നമ്മളെ കുറിച്ച്, ഓരോരുത്തരെ കുറിച്ച് ആലോചിച്ച ചിലരൊക്കെ താൻ ഇതിലൊക്കെ പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. താൻ തന്നെ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്, കണ്ണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാമക്രോധാദികളാണ് എന്നെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചിലരിപ്പോഴും കാമക്രോധാദികളുടെ കൂട്ടത്തില് സുഖമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
എന്തായാലും തിരിച്ചറിവിന്റെയോ യാത്രയുടെയോ ഒക്കെ പല പല ഘട്ടങ്ങളിൽ നിൽക്കുന്ന പലരാണ് നമ്മൾ ഓരോരുത്തരും. ധ്രുവനെ നമ്മൾ ഈ ദൃഷ്ടാന്തവുമായി താരതമ്യം ചെയ്യുമ്പോൾ ധ്രുവൻ തൻ്റെ ലക്ഷ്യം ഇതല്ല എന്ന് തിരിച്ചറിഞ്ഞ് തൻ്റെ ഉന്നതമായ ലക്ഷ്യത്തെ തിരിച്ചറിയുന്നതിനുള്ള യാത്രയിലാണ്. ധ്രുവൻ വഴിയിൽ കണ്ടുമുട്ടുന്നതോ ഇതേ ദൃഷ്ടാന്തം തന്നെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞത് ഉപനിഷത്ത് വേദതത്വങ്ങളെ ഭംഗിയായി കഥയാക്കിയിരിക്കുന്നു ഭാഗവതാദി പുരാണങ്ങളില്. ഗാന്ധാര പുരുഷൻ പലരോട് ചോദിച്ചു, ഞാൻ എവിടേക്കാ പോണ്ടത്, ഞാൻ ആരെ കണ്ടത്? ചിലർ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, ഇത് കൂടെ പോയാ ഗാന്ധാര ദേശത്തും എന്ന് പറഞ്ഞു. അതുപോലെ ധ്രുവൻ ജീവന്റെ മഹാപ്രയാണത്തിന്റെ ഭാഗമായി, ജീവന്റെ ഒരു വലിയ സമുദ്രത്തിലേക്കുള്ള പ്രയാണത്തിന്റെ ഭാഗമായിട്ട് എല്ലാ നദികളും സമുദ്രം എന്ന മഹാലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നു. ഹിമവാനിൽ നിന്ന് ഉത്ഭവിച്ച് പല മാർഗങ്ങളിലൂടെ പല രീതികളിലൂടെ. കാളിദാസൻ പറയുന്നുണ്ട്, അത് സാന്ദർഭികമായി പറഞ്ഞേ ഉള്ളൂ, അത് വളരെ പ്രൗഢമായ ഒരു കൽപ്പനയായിട്ട് നമുക്ക് തോന്നും. ഈ പണ്ട് ഇന്ദ്രൻ ഈ പർവ്വതങ്ങളുടെയൊക്കെ ശിഖരങ്ങൾ അരിഞ്ഞു കളഞ്ഞപ്പോ അന്ന് കുട്ടിയായിരുന്നു അത്രേ മൈനാകം. ഹിമവാന്റെ മകനായ മൈനാകം കുട്ടിയായിരുന്നു. അപ്പൊ ഇവൻ ഓടിപ്പോയിട്ട് സമുദ്രത്തിന്റെ താഴെ ഒളിച്ചു. അപ്പൊ സമുദ്രത്തിന്റെ താഴെ ഒളിച്ച മൈനാകത്തെ അവൻ സമുദ്രത്തിലുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് ഹിമവാൻ തൻ്റെ നദികളാകുന്ന കൈകൾ ഇട്ടുകൊണ്ട് സമുദ്രത്തിൽ തപ്പാണ്. ആലോചിച്ച് നോക്കൂ, അനേക നദികൾ ഹിമവാനിൽ നിന്ന് ഒഴുകുന്നുണ്ട്, എല്ലാം ഹിമവാന്റെ കരങ്ങളാണ്. അങ്ങനെ നൂറുകണക്കിന് കരങ്ങളൊക്കെ സമുദ്രത്തിലേക്കാ ചെന്ന് ചേരുന്നതും. നൂറുകണക്കിന് കൈകളെ കൊണ്ട് ഹിമവാൻ തപ്പാണ്, എന്റെ പണ്ട് നഷ്ടപ്പെട്ടു പോയ മകൻ ഇവിടെങ്ങാനുണ്ടോ എന്ന് തപ്പാണ് അത്രേ. കാളിദാസന്റെ ഒരു കൽപ്പനയാണ്. എന്തായാലും നമ്മൾ അതല്ല ഉദ്ദേശിച്ചത് ഇവിടെ. ധ്രുവൻ ഈ തൻ്റെ ജീവന്റെ മഹാപ്രയാണത്തിന്റെ ഭാഗമായിട്ട് ക്ഷമിക്കണം, ഒരു 3-4 ദിവസം കഠിനമായ യാത്രയായിരുന്നു. അതുകൊണ്ട് ചെറിയ ശബ്ദത്തിന് കുറച്ച് പ്രശ്നമുണ്ട്. തൻ്റെ യാത്ര ധ്രുവൻ ആരംഭിച്ചു. അമ്മ പറഞ്ഞു കൊടുത്തതനുസരിച്ച് ധ്രുവൻ ഭഗവാന്റെ സന്നിധിയിലേക്ക്, ഭഗവാനെ തപസ് ചെയ്തുകൊണ്ട് മാത്രമേ തനിക്കിനി ഈ ഭവസാഗരത്തിൽ നിന്നും മോക്ഷമുണ്ടാവുകയുള്ളൂ എന്ന് ചിന്തിച്ച് കുറച്ചും കൂടി കഥയുടെ ഭാഗത്തേക്ക് വന്ന അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കണം അച്ഛൻ്റെ എന്നുള്ള മോഹത്തിൽ എന്തായാലും ധ്രുവൻ യാത്ര പുറപ്പെട്ടു. വഴിക്ക് വെച്ച് നാരദ മഹർഷിയെ കണ്ടു. നാരദ മഹർഷി ധ്രുവനെ പരമാവധി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. നിന്നെപ്പോലുള്ള കുട്ടികൾക്ക് ചേരുന്നതല്ല ഇത്, കളിക്കോപ്പുകൾ കൊണ്ടൊക്കെ കളിക്കേണ്ട പ്രായത്തില് അങ്ങനെ കളിച്ചൊക്കെ ഇരിക്കൂ. പിന്നെ മാനാപമാനങ്ങൾ എന്താണെന്നൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല നിനക്ക്. നീ വളരെ ചെറിയ കുട്ടിയാണ്. നിനക്ക് ചെറിയമ്മ പറഞ്ഞപ്പോ അത് അപമാനമായിട്ട് തോന്നിയെങ്കിൽ, അച്ഛന്റെ മടിയിൽ ഇരിക്കുക എന്നുള്ളത് നിന്റെ അഭിമാന പ്രശ്നമായിട്ട് തോന്നിയെങ്കിൽ, അതൊക്കെ നിനക്കത് മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല. മാത്രമല്ല, മാനാപമാനത്തെക്കുറിച്ച് നാരദ മഹർഷി വ്യക്തമായിട്ട് ഒരു ധാരണയും ഉണ്ടാക്കി കൊടുത്തു. അവനവന്റെ തത്വത്തെ തിരിച്ചറിയുന്ന ഒരാൾക്ക് മാനാപമാനങ്ങളിൽ ഭ്രമിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നീ തിരിച്ചു പോവൂ, നീ വീട്ടിൽ പോയി കുറച്ച് കഴിഞ്ഞ് ആലോചിക്കുമ്പോൾ നിനക്ക് ഇതൊന്നും ആവശ്യമില്ലായിരുന്നു എന്ന് മനസ്സിലാവും, അതുകൊണ്ട് തിരിച്ചു പോവൂ എന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ ഉപനിഷത്തിലെ ഒരു സന്ദർഭവുമായി വളരെ കൃത്യമായ സാമ്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഉപനിഷത്ത് ഋഷിമാര് ഈ അതിഗുഹ്യമായ അതിഗൂഢമായ ഉപനിഷത്തിന് രഹസ്യവിദ്യ എന്നുകൂടെ ഒരു അർത്ഥമുണ്ട്. അതുകൊണ്ട് നൈഷാ തർക്കേന മതിരാപനേയ, ഇതങ്ങനെ സാമാന്യമായിട്ട് യുക്തി കൊണ്ടോ തർക്കം കൊണ്ടോ ഒന്നും കിട്ടുന്നതല്ല. നിരന്തരമായ അധ്വാനം വേണം ആത്മതത്വം മനസ്സിലാക്കാൻ എന്നുള്ളത് കൊണ്ട് അത്ര എളുപ്പത്തിൽ ഗ്രഹിക്കാവുന്നതല്ല എന്നതിനാൽ പലതരത്തിൽ ശാസ്ത്ര പഠിതാക്കൾക്ക് അവരുടെ ഈ പഠനയാത്രാ മധ്യത്തിൽ ധാരാളം തടസ്സങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട്. അതുകൊണ്ട് നാരദ മഹർഷി വ്യക്തമായിട്ട് ഇത്തരത്തിലുള്ള നീ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല, നീ വളരെ ചെറിയ കുട്ടിയാണ്, അതുകൊണ്ട് ഭഗവാനെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല, അതുകൊണ്ട് തിരിച്ചു പോകൂ എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ ഒരു ചെറിയ കുട്ടി, ധ്രുവന്റെ പ്രായത്തിലുള്ള, നമ്മൾ ഉപനിഷത്ത് കഥകളും പുരാണ കഥകളും മനസ്സിലേക്ക് വരുമ്പോ തന്നെ മനസ്സിൽ ഒരു കാലത്തും മാറാത്ത
വളരെ യുവപ്രായത്തിൽ പോലും എത്തിയിട്ടില്ല, കൗമാരക്കാരായ ചില മിടുക്കന്മാരുടെ ദൃശ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. യാതൊരു തരത്തിലുള്ള പ്രലോഭനങ്ങൾക്കും വഴങ്ങാതെ ശാസ്ത്രബുദ്ധിയിൽ മനസ്സുറച്ചുകൊണ്ട് ലോകത്തിലെ ഒരു പ്രലോഭനങ്ങൾക്കും തങ്ങളെ കീഴ്പ്പെടുത്താനാവില്ല. എന്തിനു വേണ്ടി തങ്ങൾ പുറപ്പെട്ടുവോ അത് നിർബന്ധമായും നേടിയെടുക്കുമെന്ന ബുദ്ധിയോടുകൂടി ദൃഢവ്രതനായിരുന്ന ഒരു ഉപനിഷത് ബാലനെയാണ്, നചികേതസിനെയാണ് ഇപ്പോൾ നാം തിരിച്ചറിയുന്നത്. ഹിമാലയത്തിലേക്ക് എന്നെ ആർക്ക് കൊടുക്കുവച്ചാ? അച്ഛൻ എല്ലാവർക്കും പീതോതക, ജഗ്ധതൃണ, ദുഗ്ധദോഹ, നിരിന്ദ്രിയ പശുക്കളെ കൊടുത്തു. അപ്പൊ ഇവൻ അച്ഛനെ എന്നെ ആർക്ക് കൊടുക്കുമെന്ന് ചോദിച്ചപ്പോ മൃത്യവേ, നിന്നെ മൃത്യുവിന് കൊടുക്കും എന്ന് അച്ഛൻ ഒന്ന് മറുപടി പറഞ്ഞുപോയി. എന്തായാലും അച്ഛന്റെ വാക്ക് സാധിക്കേണ്ടത് തന്റെ ഉദ്ദേശമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നചികേതസ് യമന്റെ അടുത്ത് ചെന്നു. യമന്റെ അടുത്ത് ചെന്ന് അറിയാം നമുക്ക് 3 ദിവസം യമൻ വരാൻ വേണ്ടി കാത്തു നിന്നു. യമനെ കണ്ടില്ല. 3-ാമത്തെ ദിവസം യമൻ വന്നപ്പോ ഈ കുട്ടി വന്നിരിക്കുകയാണ്. അപ്പൊ 3 ദിവസം കാത്തു നിന്നത് കൊണ്ട് യമൻ 3 വരങ്ങൾ കൊടുത്തു. 3 വരങ്ങൾ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. ഇതിൽ ആദ്യത്തത് 2 സാമാന്യമായിട്ട് ഉള്ള വരങ്ങളായിരുന്നു. അച്ഛന് വിഷമം ഉണ്ടാവരുത്, ശ്രേയസും പ്രേയസും ഒക്കെ ചോദിച്ചു. 3-ാമത്തെ വരം യമൻ പോലും വിചാരിക്കാത്തതായിരുന്നു. ശാസ്ത്രതത്വം, മരണത്തിന്റെ തത്വം എന്താണ്, ഈ പ്രപഞ്ച ജീവിതത്തിന്റെ തത്വം എന്താണ് എന്ന പ്രപഞ്ചസാരമാണ് ഈ കുട്ടി ചോദിച്ചത്. അതാണ് നമ്മൾ പറഞ്ഞത്, ഇവിടെ ബാലൻ എന്ന് പറയുന്നത് ഒരു സാങ്കേതിക അർത്ഥത്തിൽ എടുക്കരുത്. ഗ്രഹണധാരണ പാടവമാർക്കുണ്ടോ? നചികേതസിന് ഈ ചെറിയ പ്രായത്തിലെ ആ തത്വം അറിയാനുള്ള ജിജ്ഞാസയുണ്ടെങ്കിൽ നമുക്ക് നചികേതസിനെ ഏത് ഗണത്തിൽപ്പെടുത്തണം എന്ന് ആലോചിക്കാം. എന്തായാലും നചികേതസ് ചോദിച്ച ചോദ്യത്തിന് യമൻ തന്നെ പരിങ്ങിയത് എങ്ങനെ പറഞ്ഞു കൊടുക്കും ഈ കുട്ടിക്ക്? അതുകൊണ്ട് ഇവനെ പ്രലോഭിപ്പിക്കാനായിട്ട് യമൻ ധാരാളം വരങ്ങൾ കൊടുക്കാം. നിനക്ക് സ്വത്ത് തരാം, നിനക്ക് കുതിരകളെ തരാം, നിനക്ക് സുന്ദരികളായ പെൺകുട്ടികളെ തരാം, തിരിച്ചു പോവും. ഇത് ചോദിക്കാതെ തിരിച്ചു പോവൂ. ഈ ജ്ഞാനം ഗുഹ്യാത് ഗുഹ്യതരം, അങ്ങറ്റം ശ്രേഷ്ഠമായിട്ടുള്ള ജ്ഞാനമാണ്, തിരിച്ചു പോകൂ എന്ന് പറഞ്ഞു. എന്തായാലും ഈ പ്രലോഭനങ്ങളിൽ വഴങ്ങാത്ത, പ്രലോഭനങ്ങളിൽ പെടാത്ത ദൃഢബുദ്ധിയുള്ളവനെ ആത്മതത്വത്തിന് അധികാരമുള്ളൂ എന്ന് സൂചിപ്പിക്കാനാണ് ഈ പ്രലോഭന കഥകൾ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എല്ലാ ശാസ്ത്രങ്ങളിലും ശാസ്ത്രപഠിതാവിനെ ആചാര്യൻ സ്വീകരിക്കുമ്പോ അധികാരിത്വം എന്നൊന്നുണ്ട്. അത് ശാസ്ത്രപഠനത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമാണ് എന്ന് പറയുന്നു. അതായത് ഈ വിഷയം പഠിക്കുവാൻ, അത്യന്തം ഗൂഢമായ ഈ ശാസ്ത്രം പഠിക്കുവാൻ, ബുദ്ധിയുടെ എല്ലാ തരത്തിലുള്ള കെട്ടുകളെയും അഴിച്ച് സർവസ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ഈ ആത്മതത്വം പഠിക്കുവാൻ നീ യോഗ്യനാണോ എന്നറിയണമെങ്കിൽ ഈ അധികാരിത്വ പരീക്ഷ വിജയിക്കുക തന്നെ വേണം. എനിക്ക് എത്ര മണി വരെ ആ സമയം നിന്ന്? 11:45. അപ്പൊ ഈ അധികാരിത്വ പരീക്ഷ വിജയിക്കണമെങ്കിൽ, അത് വിജയിച്ചാൽ മാത്രമേ ശാസ്ത്രതത്വം തിരിച്ചറിയപ്പെടുകയുള്ളൂ. അതുകൊണ്ട് വളരെ കർക്കശമായ അധികാരിത്വ പരീക്ഷ, ക്ഷുരസ്യധാര എന്ന് ശാസ്ത്രങ്ങൾ പറഞ്ഞ വാൾത്തല പോലെ മൂർച്ചയേറിയ ഈ മാർഗത്തിലൂടെ പോകണമെങ്കിൽ ഈ അധികാരിത്വ പരീക്ഷ പാസ്സാവണം. എന്തായാലും ഇവിടെ നാരദൻ ചെയ്തതും അവിടെ യമൻ ചെയ്തതും, കലാകാലങ്ങളിൽ ഗുരുക്കന്മാരുടെ അടുത്ത് ചെല്ലുമ്പോ നമ്മൾ ധാരാളം കഥകൾ കേട്ടിട്ടുണ്ട്. നമ്മളുടെ ഗുരുപരമ്പരയുടെ മഹാത്മാക്കളുടെ ജീവചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള നിരവധി പരീക്ഷണ ഘട്ടങ്ങളുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് ഇവൻ ശരിക്കുമുള്ള ജിജ്ഞാസയുള്ളവരല്ലെങ്കിൽ തിരിച്ചു പൊക്കോളും. എന്തായാലും നാരദൻ പറഞ്ഞത് കേട്ടിട്ട് ധ്രുവന് ശരിയായ ജിജ്ഞാസയല്ലായിരുന്നുവെങ്കിൽ ധ്രുവൻ തിരിച്ചു പോയനെ. എന്തായാലും ധ്രുവൻ ശക്തമായ മനസ്സോടുകൂടി മുന്നോട്ട് പോവുകയും നാരദൻ ധ്രുവന് വേണ്ട ചര്യകൾ മുഴുവനും പറഞ്ഞുകൊടുത്തു. നമ്മൾ വിശദീകരിക്കുന്നില്ല. എങ്ങനെയാണ് തപശ്ചര്യകളെ വളരെ വിസ്തരിച്ച് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അതില് അന്തരംഗ സാധനയും ബഹിരംഗ സാധനയും ഉൾപ്പെടുന്നുണ്ട്. ശാരീരികമായും മാനസികമായും എങ്ങനെ തന്നെ ഒരുക്കണം. ധ്രുവൻ മധുവനത്തിൽ പ്രവേശിച്ച് വളരെ കർക്കശമായിട്ട് തപസ്സാരംഭിച്ചു. ധ്രുവന്റെ തപസ്സിനെ പറ്റി പറയുന്ന ഭാഗമൊക്കെ ലോക സാഹിത്യത്തില് ഇത്രയും ഭംഗിയായിട്ടുള്ള വർണ്ണനകൾ നമുക്ക് കാണാൻ സാധിക്കില്ല.
വളരെ മനോഹരമായ കലാപാഠവും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യാസഭഗവാന്റെ എല്ലാ തരത്തിലുള്ള മർമ്മവും യുക്തിയും ഒക്കെ പ്രയോഗിച്ചിരിക്കുന്ന മനോഹരമായ വർണ്ണനകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എന്തായാലും ധ്രുവന്റെ ശക്തമായ തപസ്സിനൊടുവിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ധ്രുവൻ ചെയ്യുന്ന സ്തുതിയാണ് നാം നേരത്തെ സൂചിപ്പിച്ച ധ്രുവന്റെ യാത്രയിലെ ഒരു ഘട്ടത്തിൽ ധ്രുവൻ എത്തി നിൽക്കുന്നു. താൻ എന്തിൽ നിന്നും പുറപ്പെട്ടുവോ, താൻ ആരംഭിച്ച ആ കേന്ദ്രബിന്ദുവിൽ യോജിച്ചു നിൽക്കുന്നു. ദർശനം, ഭഗവത് ദർശനം ഉണ്ടായി എന്ന് പറഞ്ഞാൽ തൻ്റെ ഉള്ളിലെ തന്നെ ആത്മചൈതന്യത്തെ, ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന വിരാട് ചൈതന്യത്തെ, താൻ അതുതന്നെയാണ്. കടലിന്റെ ആഴം ഞാൻ അറിയുമ്പോൾ ഞാനാകും കണവും അങ്ങതിൽ ലീനമാകും. ആ ലയാവസ്ഥയിൽ നിന്ന്, ജീവാത്മ പരമാത്മ ലയാവസ്ഥയിൽ നിന്നും ഗുരുവിന്റെ വാക്യങ്ങളിലൂടെ ശിഷ്യന്റെ ശ്രവണപുടങ്ങളിൽ പതിക്കുന്ന മഹാവാക്യങ്ങൾ, ശ്രവണ മനന നിധിധ്യാസങ്ങളിലൂടെ ശിഷ്യൻ നിരന്തരമായി മനനം ചെയ്ത് തൻ്റെ യാത്രയുടെ ഏതോ ഘട്ടത്തിൽ അവന്റെ ഉള്ളിലുണ്ടാവുന്ന പ്രപഞ്ചസാരമായ തത്വം താനെന്ന തിരിച്ചറിവിന്റെ അപരിമിതമായ ആനന്ദത്തിൽ നിന്നും, തുച്ഛമായ ലോകത്തിലെ ആനന്ദങ്ങളെയൊക്കെ വിട്ടിട്ട് വളരെ ചെറുപ്പമായിട്ടുള്ള ജീവിതത്തിന്റെ സാധ്യതകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപുള്ള ഈ ബാലൻ അനന്തമായ ഈ പ്രപഞ്ച കാരണത്തെ തിരിച്ചറിഞ്ഞ ആനന്ദത്തിൽ നിന്നും, താൻ ഒന്നെന്ന് തിരിച്ചറിഞ്ഞ ആനന്ദത്തിൽ നിന്നും ഉയർക്കൊണ്ട വരികളാണ് ധ്രുവന്റെ സ്തുതിയിൽ മുഴുവനുള്ളത്. അപ്പോ ധ്രുവസ്തുതിയെ വേദാന്തപരമായി സമീപിക്കേണ്ട രീതി നമ്മൾ കണ്ടു. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് ഈ സ്തുതി ഭാഗത്തിലൂടെ സമയപരിമിതി കൊണ്ട് നമുക്ക് കടന്നു പോകാം. കാരണം ഈ സ്തുതിയുടെ താത്പര്യം ഈ ജീവന്റെ പരമലയത്തിന്റെ നിർവൃതിയിൽ നിന്നും വരുന്ന സ്തുതികളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ 3-4 തലങ്ങളിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. ഒന്ന്, ഈ ഉള്ളിലെ ആനന്ദത്തിന്റെ, അപരിമിതമായ ആനന്ദത്തിന്റെ നിറഞ്ഞ് കവിഞ്ഞുള്ള ഒരു ഒഴുക്കായ ഒരു സൗന്ദര്യം ഈ സ്തുതികളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഭാഗവത്തിലെ ഇത്തരത്തിലുള്ള സ്തുതികളൊക്കെ ഭക്തസഹസ്രങ്ങൾക്ക് ആനന്ദം നൽകുന്നത്. ഇതൊരു ആനന്ദാവസ്ഥയിൽ നിന്നും ഉണ്ടായ സ്തുതിയാണ്. ഭഗവാൻ ഇത് എഴുതുമ്പോ ധ്രുവന്റെ ആനന്ദാവസ്ഥ അറിഞ്ഞുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് എഴുതിയ സ്തുതിയാണ്. അതുകൊണ്ട് തന്നെ ഈ ആനന്ദത്തിന്റെ കരകവിഞ്ഞൊഴുകുന്ന ഒരു ഭാവം, തൻ്റെ പരമമായ തത്വത്തെ സാക്ഷാത്കരിച്ച നിർവൃതിയുടെ സ്വരം ഈ സ്തുതികളിലൊക്കെ ഉണ്ട്. ആ നിർവൃതി ജീവാത്മ പരമാത്മ തത്വത്തെ തിരിച്ചറിഞ്ഞ സ്തുതിയായിരുന്നു. യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്തം സഞ്ജീവയത്യഖില ശക്തിധര സ്വധാംനാ അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. തൻ്റെ ആത്മതത്വത്തെ തിരിച്ചറിഞ്ഞ ഒരു സാധകന്റെ വാക്കുകളായി ധ്രുവന്റെ വാക്യങ്ങൾ എടുക്കുമ്പോ അഖില ശക്തിധരഃ യ അന്തഃപ്രവിശ്യ, ഈ പ്രപഞ്ചത്തിനു മുഴുവനും കാരണമായ പ്രപഞ്ചത്തിന്റെ ശക്തികളെ മുഴുവൻ ധരിച്ചിരിക്കുന്ന ഏതൊരു ചൈതന്യമാണോ, അന്തഃപ്രവിശ്യ, ഓരോരുത്തരുടെയും, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ പ്രവേശിച്ച് പ്രപഞ്ച കാരണമായ തത് എന്ന പ്രപഞ്ചകാരണ ചൈതന്യം ഇവിടെ കൂടിയിരിക്കുന്ന അനേക ജീവാത്മാക്കളിൽ തുല്യമായി വിന്യസിക്കപ്പെട്ടിരിക്കുന്ന ജീവചൈതന്യം. ഈ ജീവചൈതന്യമാണ് നമുക്ക് എല്ലാ ഇന്ദ്രിയ വ്യാപാരങ്ങളെയും മനോവ്യാപാരങ്ങൾക്കും ജ്ഞാന കർമ്മേന്ദ്രിയങ്ങളുടെ വ്യാപാരങ്ങൾക്ക്, അതാണ് രണ്ടും പറഞ്ഞിരിക്കുന്നത്. ശക്തിധര സ്വധാംന അന്യാംശ്ച ഹസ്തചരണ ശ്രവണ ത്വഗാദീൻ. എനിക്ക് തോന്നുന്നു വിസ്തരിക്കേണ്ട കാര്യമില്ല. സാമാന്യം തത്വം മനസ്സിലാക്കിയാൽ ഇതിനെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ ഹസ്തചരണ ശ്രവണ ത്വഗാദീൻ, എന്റെ വാക്കുകൾക്ക് ശക്തിയായി നിൽക്കുന്ന മമ വാചമിമാം പ്രസുപ്തം, ഞാൻ എന്ത് ഉച്ചരിക്കുന്നുവോ എന്റെ വാക്കിൽ ശക്തിയായിരിക്കുന്ന, എന്റെ വാക്കിൽ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന, ഊർജമായി സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു ചൈതന്യ സ്വരൂപമുണ്ടോ ആ ചൈതന്യ സ്വരൂപം എന്റെ ശരീരത്തിലെ സമസ്ത പ്രവൃത്തികളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, പ്രാണനായും മനസ്സായും വാക്കായും
എല്ലാമായി എൻ്റെ ശരീരത്തെ ഹസ്തചരണങ്ങളിലൂടെയൊക്കെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാചൈതന്യത്തിന്, പ്രപഞ്ചകാരണമായ ചൈതന്യത്തിന് പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം എന്ന സ്തുതിയോടുകൂടി പ്രാർത്ഥന ആരംഭിക്കുന്നു. ഈ ഒരു നിർവൃതിയിൽ നിന്നുകൊണ്ട് ഭഗവാൻ മുന്നിൽ ആവിർഭവിക്കുക എന്നാൽ കേവലം ഭഗവാന്റെ സ്വരൂപം ധ്രുവന്റെ മുമ്പിൽ വന്നു എന്ന അർത്ഥം. അതിനുശേഷം നാം തിരിച്ചറിയണം, ഈ പ്രപഞ്ച കാരണമായ ചൈതന്യത്തിന്റെ സ്ഫുരണം ധ്രുവന്റെ ഉള്ളിൽ നിറവായി തിരിച്ചറിയപ്പെട്ടു എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ധ്രുവൻ തന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഭഗവാനെ അല്ല സ്തുതിച്ചത്. തന്റെ മുമ്പിൽ ഗരുഡാരൂഢനായി വന്ന് അനുഗ്രഹിച്ച, വളരെ ഭംഗിയായി പറയുന്നുണ്ട്, ഭഗവാൻ വന്ന വഴി തന്നെ കവിളിൽ പിടിച്ചിങ്ങനെ പൊക്കി, ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഗരുഡാരൂഢനായ ഒരു ഭഗവാനെ അല്ല ധ്രുവൻ സ്തുതിച്ചത്, മറിച്ച് പ്രപഞ്ച കാരണമായ തന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തെയാണ് ധ്രുവൻ സ്തുതിച്ചത്. മുമ്പിൽ വന്ന് നിൽക്കുന്ന ഭഗവാനാണെങ്കിൽ അദ്ദേഹം പോകുമ്പോ പിന്നെ തീർന്നു. അദ്ദേഹം വന്നു, അദ്ദേഹം അനുഗ്രഹിച്ചു, എന്തൊക്കെയോ ഒരു മായ ധ്രുവൻ കണ്ടു, പോയി. അർജുനൻ അങ്ങനെയായിരുന്നു. ഭഗവാൻ കുറച്ചു നേരത്തേക്ക് തന്റെ സ്വരൂപം കാണാൻ വേണ്ടിയിട്ട് ദിവ്യം ദദാമി തേ ചക്ഷു പശ്യമേ യോഗവൈശ്വരം. അപ്പൊ അർജുനന് തോന്നി, ഈശ്വര സഖേതി മത്വാ പ്രസഭം യദുക്തം, ഹേ കൃഷ്ണ ഹേ യാദവ എന്നൊക്കെ ഞാൻ സഖാവാണെന്ന് കരുതി അങ്ങേ കുറെ കൂടെ കളിച്ചു നടന്നിട്ടുണ്ട്, അവിടുന്ന് തന്നെയല്ലേ ഇത് എന്ന് ഭഗവാന്റെ മഹിമ കണ്ടപ്പോ അർജുനന് ഒരു നിമിഷത്തേക്ക് അത്ഭുതകരമായ പരിവർത്തനങ്ങൾ ഉണ്ടായി. അത് അർജുനനെ ഭംഗിയായി ജീവിത സമരം നയിക്കുവാൻ പ്രേരിപ്പിച്ചു. എന്നിട്ടോ കുറെ കാലം കഴിഞ്ഞപ്പോ അർജുനൻ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ അന്ന് എനിക്ക് ഗീതയൊക്കെ ഭഗവാൻ പറഞ്ഞു തന്നില്ലേ, അത് ആ തിരക്കിനിടയ്ക്ക് അന്ന് യുദ്ധമൊക്കെ ആയിരുന്നല്ലോ മുമ്പില്, ഇപ്പൊ നമ്മൾ രണ്ടുപേരും സമാധാനായിരിക്കാണ്, അതൊന്നുകൂടെ പറഞ്ഞു തരുമോ എനിക്ക്? അതായത് തന്റെ മുമ്പിൽ ആവിർഭവിച്ച തന്നിൽ നിന്ന് അന്യനായ ഒരു പുരുഷന്റെ ദർശനമാണ് ധ്രുവൻ ഉണ്ടായതെങ്കിൽ പിന്നീട് ആ ബ്രാഹ്മി സ്ഥിതിയിൽ ധ്രുവന് തുടരാൻ സാധിക്കില്ല. ഭക്തൻ ആ ബ്രാഹ്മി സ്ഥിതിയിൽ തുടരുന്നുവെങ്കിൽ, അദ്വൈത രീതിയിലുള്ള ഭക്തൻ ആ ബ്രാഹ്മി സ്ഥിതിയില് പ്രപഞ്ചം മുഴുവൻ തന്റെ ചൈതന്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തുടരുന്നുവെങ്കിൽ ആ തുടർച്ചയ്ക്ക് കാരണം മുമ്പിൽ ഗരുഡാരൂഢനായി വന്ന ഒരു ഭഗവാനെ അല്ല ധ്രുവൻ കണ്ടത്, മറിച്ച് തന്നിലും ഈ പ്രപഞ്ചത്തിലെ ഓരോ ചരാചരങ്ങളിലുമുള്ള വിശ്വപുരുഷനെയാണ് ധ്രുവൻ കണ്ടത്. അടുത്ത 1-2 ശ്ലോകങ്ങളും കൂടി നമുക്ക് സാമാന്യമായി നോക്കാം. കാരണം ഇതിന്റെ ഒക്കെ ആശയം ഒന്ന് തന്നെയാണ്. രണ്ടാമത്തെ ഏകസ്ത്വമേവ ഭഗവൻ എന്നുള്ള ശ്ലോകം കൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചിട്ട്, ഇവിടെ സാഖ്യ സൃഷ്ടി ക്രമമാണ് പറയുന്നത്. പ്രകൃതി, മഹത്തത്വം, അഹങ്കാരം, പഞ്ചതന്മാത്രകള്, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങള്, പഞ്ചകർമ്മേന്ദ്രിയങ്ങള്, ഷോഡശകസ്തുവികാരോ. പ്രകൃതി, മഹത്തത്വം, അഹങ്കാരം, പഞ്ചതന്മാത്രകള്, ഷോഡശകസ്തുവികാരോ എന്ന 16 ഈ സൃഷ്ടിയെയും കൂടെ പറഞ്ഞിട്ട് ഈ പ്രപഞ്ചം മുഴുവനായി വ്യാപിച്ചിരിക്കുന്ന ഈ സൃഷ്ടിയെ സൂചിപ്പിച്ച് തേനേവ, ഉപനിഷത് ശ്രുതിയാണത്, തത് സൃഷ്ട്വ, അതിൽ അനുപ്രാവിശത്, അതിലേക്ക് അനുപ്രവേശ ശ്രുതി, അതിലേക്ക് പ്രവേശിച്ചു എന്ന അർത്ഥത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് അതിൽ ഓരോന്നിലും ഭഗവാൻ പ്രവേശിച്ചിരിക്കുന്നു. അടുത്ത ശ്ലോകത്തില് ത്വദ്ദത്തയ എന്ന ശ്ലോകത്തില് പ്രപഞ്ചത്തിന് മുഴുവൻ ചൈതന്യം നൽകുന്ന, ബ്രഹ്മാദികൾക്ക് പോലും ശക്തി നൽകുന്ന, ബ്രഹ്മാവിനെ സൃഷ്ടിയിലേക്ക് പ്രേരിപ്പിക്കുന്ന തത്വം അങ്ങു തന്നെയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇത്തരത്തിലുള്ള ഒരു പരമ ചൈതന്യത്തിന്റെ ദർശനം സിദ്ധിച്ച ഒരാള്, ഈ പരമ ചൈതന്യത്തെ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി പിന്നീട് തുച്ഛമായ നിസ്സാരങ്ങളായ ജനനമരണ സ്വരൂപമായ സംസാരത്തെ തീർത്തു തരണം എന്ന പരമാനന്ദം പ്രദാനം ചെയ്യുവാനായി തനിക്ക് അനുഭവവേദ്യമായ ഈ ചൈതന്യത്തോട്, നിസ്സാരമായ ഈ കാമത്താൽ കൊച്ചു കൈക്കുമ്പിളിത അഹമലർത്തുന്ന ഞാൻ എത്ര ഭോഷൻ എന്ന് പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് നിലനിർത്താൻ കഴിയുന്ന ഒരു മഹാചൈതന്യത്തിനോട് തൻ്റെ നിസ്സാരമായ കാമങ്ങളെ പ്രാർത്ഥിക്കുന്ന സകാമഭക്തന്മാരുടെ വളരെ നിസ്സാരതയെക്കുറിച്ചും ഇവിടെ സൂചിപ്പിക്കുന്നു.
ഇവിടെ നമ്മുടെ ശാസ്ത്രങ്ങള് സകാമ ഭക്തന്മാരെ ഒരിക്കലും നിന്ദിക്കുന്നില്ല, മറിച്ച് അത് ഭക്തിയിലേക്കുള്ള ചവിട്ടുപിടിയായിട്ടാണ് കരുതുന്നത്. എന്തായാലും ഈ ഒരു മഹാതത്വം അറിഞ്ഞുകൊണ്ട് പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങൾക്കും കാരണമായ ഒരു ചൈതന്യമാണ് താനെന്ന തിരിച്ചറിവുണ്ടാവുന്ന ഒരു ഭക്തൻ പിന്നീട് കേവലം നിസ്സാരമായ തുച്ഛമായ ഈ ലോകത്തിലെ സുഖദുഃഖാദികളിൽ ഭ്രമിക്കില്ല എന്ന തത്വമാണ് നാം ഇവിടുന്ന് തിരിച്ചറിയേണ്ടത്. അപ്പൊ തുച്ഛമായ ഈ ഒരു തലത്തിൽ നിന്നാൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും, ജീവിതത്തിലെ എല്ലാ സുഖ ദുഃഖ സന്തോഷങ്ങളെയും വളരെ ചിരിച്ചുകൊണ്ട് നമുക്ക് നേരിടാൻ സാധിക്കും. മഹാഭാരതത്തിലൊക്കെ പറയുന്ന മഹർഷിമാരുടെ മുഖത്ത് സദാ സ്ഫുരിച്ചിരുന്ന മന്ദഹാസത്തിന് കാരണമായി പറയുന്നത് ഈ പ്രപഞ്ചതത്വം താനാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ തത്രകോ മോഹ കശോക ഏകത്വമനുപശ്യതോ എന്ന് പറഞ്ഞതുപോലെ ഈ പ്രപഞ്ച കാരണമായ ചൈതന്യത്തെ തിരിച്ചറിയുന്ന ഒരാൾ പൂർണ്ണമായും സംതൃപ്തനായിരിക്കും. ഭാരതീയ ദാർശനിക പഠനം അല്ലെങ്കിൽ ഭാരതീയ ദർശനങ്ങളുടെ പഠനം നമുക്ക് തരുന്നത് ഈ സംതൃപ്തിയാണ്. ഈ സംതൃപ്ത മനസ്കനായ ഒരാൾക്ക് ലോകത്തിൽ നിന്നും ഒന്നും നേടാനില്ല, ലോകത്തെ ഒന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ആരുടെ മുമ്പിലും ഒന്നും നേടാനില്ലാത്ത പരമമായ സംതൃപ്തിയുടെ കലയാണ് വാസ്തവത്തില് വേദാന്ത ദർശനം. പൂർണ്ണമായ ഒരു കണ്ടന്റ്മെന്റ് എന്ന അവസ്ഥയിലേക്ക് ഓരോരുത്തരെയും എത്തിക്കുന്ന ദർശനമാണ് നമ്മൾ വേദാന്ത ദർശനത്തിൽ കാണുന്നത്. എന്തായാലും അങ്ങനെ സകാമ ഭക്തിയെ നിസ്സാരമായ കാര്യങ്ങൾക്ക് എന്ത് മേടിച്ചു തരാന്ന് പറഞ്ഞ ഒരാൾ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് എനിക്കൊരു ചായ മതി എന്ന് പറയുന്ന പോലെ എന്തും തരാൻ കഴിവുള്ള ഒരു ഭഗവാനോട് എന്തിന് നിസ്സാരതകൾക്ക് വേണ്ടി യാചിക്കണം? ആ ഭഗവാനോട് ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി എന്ന് ചോദിച്ചൂടെ? വിവേകാനന്ദ സ്വാമികള് ശ്രീരാമകൃഷ്ണ പരമഹംസരോട് ഒരു തീവ്രമായ സന്യാസാഭിലാഷ നിറഞ്ഞു നിന്നിരുന്ന കാലത്ത് വീട്ടിലെ പ്രശ്നങ്ങള്, വീട്ടിലെ പുത്രൻ എന്നുള്ള നിലയിലുള്ള ഉത്തരവാദിത്തങ്ങള്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകള്, അപ്പൊ അതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് തീർത്തു തരണം എന്ന് പറഞ്ഞപ്പോ രാമകൃഷ്ണദേവൻ പറഞ്ഞു, അമ്മയുണ്ടല്ലോ, നീ അമ്മോട് പോയി ചോദിക്കൂ, നിനക്ക് എന്തും ചോദിക്കാമല്ലോ, അമ്മയടുത്ത് പോയി ചോദിക്കൂ എന്ന് പറഞ്ഞു. വിവേകാനന്ദൻ 2 or 3 തവണ പോയി അമ്മയോട് എൻ്റെ ബുദ്ധിമുട്ടുകള്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ തീർത്തു തരണം എന്ന് പറയാൻ വേണ്ടിയിട്ട് അമ്മയുടെ മുമ്പിൽ പോയി. തിരിച്ചു വന്നപ്പോ രാമകൃഷ്ണദേവൻ ചോദിച്ചു, നീ അമ്മോട് പറഞ്ഞോ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞോ എന്ന് ചോദിച്ചു. വിവേകാനന്ദൻ പറഞ്ഞു, ഇല്ല, ഞാൻ അവിടെ പോയിട്ട് എനിക്ക് ജ്ഞാനവും വൈരാഗ്യവും മാത്രം തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നു. അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ. ദേവിയോട് ഒരു നേരത്തെ അന്നം തരാൻ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? ഈ പ്രപഞ്ചത്തിന് മുഴുവനും അന്നമായിരിക്കുന്ന, ഈ പ്രപഞ്ചത്തെ മുഴുവനും ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹാചൈതന്യത്തിന്റെ മുമ്പിൽ നിന്ന് എനിക്ക് ഒരു നേരത്തെ അന്നം തരണേ എന്ന് യാചിക്കുന്ന യാചകന്റെ ഭക്തി ഭാരതീയ ദാർശനിക ചരിത്രത്തിൽ ഒരിടത്തും നമ്മൾ കാണില്ല. ഒരുപക്ഷെ സെമിറ്റിക് മതങ്ങളിൽ ഉണ്ടാവാം. ഒരു നേരത്തെ അന്നം തന്നെ എന്നെ രക്ഷിക്കണേ, എന്നെ സുഖമായി ജീവിപ്പിക്കണേ, അവനെ സ്നേഹിക്കാൻ എനിക്ക് സാധിക്കണേ എന്നൊക്കെ പറഞ്ഞ് തുച്ഛമായവയ്ക്ക് വേണ്ടി യാചിക്കുന്ന ഭക്തി ഭാരതേതര മതങ്ങളിൽ ചിലപ്പോൾ നമ്മൾ കണ്ടുവന്നിരിക്കാം. പക്ഷേ ഭാരതത്തിന്റെ ദാർശനിക സിദ്ധാന്തത്തിൽ യാചനയല്ല ഒരിക്കലും ഭക്തി, അർത്ഥനയെ പ്രാർത്ഥനയാക്കി മാറ്റുന്നത്. അർത്ഥനയാചനയാണ്, എനിക്ക് എന്തെങ്കിലും തരണേ ഭഗവാൻ, ഈ പരീക്ഷയ്ക്ക് ജയിക്കണേ. ഇതൊക്കെ നമ്മളും ചെയ്തിട്ടുണ്ടാവാം ഒരു ഘട്ടത്തിൽ. പക്ഷേ ക്രമേണ നമ്മൾ പറഞ്ഞ യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോ കുട്ടിയുടെ മാർക്ക് മേടിച്ചു തരണേ, ഇവർ കുട്ടി ഉണ്ടായി കാണണേ എന്നുള്ള എല്ലാ പ്രാർത്ഥനകളും നമുക്ക് ആരോടാ പറയാനുള്ള? ഭഗവാനോട് പറയാം. പക്ഷേ അതിൽ നിന്നും ക്രമമായി പുരോഗമിക്കുന്ന ഭക്തൻ അർത്ഥനയിൽ നിന്നും പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമ്പോൾ യാചനയല്ല ഭക്തി, നിസ്സാരതകൾക്ക് വേണ്ടി കൈനീട്ടുന്ന യാചനയല്ല ഭക്തി, മറിച്ച് പരമമായ ഒരു ചൈതന്യത്തിന്റെ മുമ്പിൽ. കുചേലൻ ഭഗവാന്റെ അടുത്ത് പോയി എല്ലാ ആരാധനകളും ഒക്കെ കഴിഞ്ഞിട്ട് കുചേലൻ തിരിച്ചു പോരാൻ നേരത്ത് ഒന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, ദാരിദ്ര്യം, ബുദ്ധിമുട്ട്, കുട്ടികളെ പഠിപ്പിക്കണം, ഒക്കെ പ്രശ്നങ്ങളുണ്ട്. കുചേലൻ തിരിച്ചു പോരാൻ നേരത്ത് പറഞ്ഞു, ത്വൽപാദം ചേരുവോളം അല്പേതരയാം ഭക്തി അപ്രമേയ നൽകിയാലും ഇപ്പോഴഹം യാമി ഗേഹം. ഞാൻ വീട്ടിലേക്ക് പോവാണ്,
പക്ഷേ ഒന്നും ചോദിച്ചില്ല. ത്വൽപാദം ചേരുവോളം അല്പേതരയാം ഭക്തി. അല്പമായ ഭക്തി പോരാ, അല്പേതരയായ ഭക്തി അപ്രമേയ നൽകിയാലും ഇപ്പോഴഹം യാമി ഗേഹം. ഇതിനപ്പുറത്ത് എന്താ ചോദിക്കാനുള്ളത്? അങ്ങനെ ഒരു സകാമ ഭക്തന്മാരുടെ തുച്ഛതയെയും നിഷ്കാമഭക്തിയുടെ മഹത്വത്തെയും വർണ്ണിക്കുന്നു. ഇനിയുള്ള ഭാഗങ്ങൾ മുഴുവൻ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇനിയുള്ള ഭാഗങ്ങളിൽ മുഴുവനും നമ്മൾ കാണുന്നത് ഈ ധ്രുവന്റെ ഈ തിരിച്ചറിവിന്റെ ഗീതങ്ങളാണ്, തിരിച്ചറിവിന്റെ വർണ്ണനകളാണ്. എന്തായാലും അങ്ങനെ ധ്രുവന്റെ ഈ എൻ്റെ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച് എൻ്റെ വാക്കായും എൻ്റെ മനസ്സായും എൻ്റെ കരചരണാദികളായും എൻ്റെ ശക്തിയായും പ്രവർത്തിക്കുന്നത് അവിടുന്നാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്ന ധ്രുവന്റെ പ്രഖ്യാപനം. അതിനുശേഷം നടക്കുന്ന വളരെ രസകരമായിട്ടുള്ള നാടകീയമായ ഭഗവാന്റെ അനുഗ്രഹം. ധ്രുവൻ തിരിച്ചു വരുന്നു, ധ്രുവന് വലിയ വരവേൽപ്പുകൾ ലഭിക്കുന്നു. ഇതൊക്കെ നാം തിരിച്ചറിയേണ്ടത്. കുചേലൻ ഭഗവാന്റെ അടുത്തുനിന്ന് തിരിച്ചു വന്നപ്പോ കുചേലന് വലിയ വീടുകളുണ്ടായി, വലിയ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായി എന്ന് കഥയിൽ പറയുന്നുണ്ട്. ഇവിടെ എന്തായാലും ധ്രുവൻ തിരിച്ചു വന്നപ്പോ എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിച്ചു എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. ധ്രുവന്റെ മനോഭാവം മാറി. ഈ പ്രപഞ്ചത്തെ മുഴുവനും ഒന്നായി കാണാനുള്ള തലത്തിലേക്ക് ധ്രുവന്റെ മനസ്സ് പരിവർത്തനം ചെയ്യപ്പെട്ടു. ഒരു ആനന്ദം അനുഭവിക്കുന്ന ഒരാളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, മഹാത്മാക്കളെ പറയും വസന്തവത് ലോകഹിതം ചരന്തഃ. ഒരു മഹാത്മാവിന്റെ സാന്നിധ്യം ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ ചുറ്റുപാടുമുള്ളവർക്ക് മുഴുവനും അതിന്റെ ആനന്ദം തിരിച്ചറിയാൻ സാധിക്കും. ചുറ്റുപാടുമുള്ളവർ മുഴുവനും ദുഃഖം മറന്ന് സന്തോഷിക്കും. നമ്മള് ശൃംഗേരി ആചാര്യസ്വാമികളെ ശൃംഗേരിയില് പ്രതിഷ്ഠ നടത്തുമ്പോഴുള്ളൊരു കഥ നമുക്കറിയാം. ഒരു തവളയും പാമ്പും വിദ്വേഷം മറന്ന് വൈരം മറന്ന് തവളയുടെ പ്രസവത്തിന് ശുശ്രൂഷ ചെയ്യുന്ന പാമ്പിന്റെ ദൃശ്യം. കാരണം ഒരു മഹാത്മാവിന്റെ സാന്നിധ്യം ലോകത്തിന് മുഴുവനും ആനന്ദമുണ്ടാക്കുന്നു. അവിടെ ദുഃഖമില്ല, അവിടെ ദുഃഖിക്കാൻ മറന്നു പോകുന്നു ജനങ്ങള്. പിബതി ബഹുശ ശാർദൂലീനാം സ്തനം മൃഗശാപകഃ എന്ന് പറയുന്നുണ്ട്. ജാബാലി മഹർഷിയുടെ ആശ്രമത്തില് ഒരു ശാർദൂലിയുടെ സ്തനം കുടിക്കുന്ന ഒരു മാൻകുട്ടിയെ വർണ്ണിക്കുന്നുണ്ട്. അതായത് വൈരം മറക്കുന്നു. ധ്രുവൻ പോയപ്പോഴുള്ള ചിത്രമല്ല ധ്രുവൻ വന്നപ്പോ. കാരണം ആത്മനിഷ്ഠനായ സദാ ആനന്ദസ്വരൂപനായ ഒരു വ്യക്തി ആ നാട്ടിലേക്ക് വരുമ്പോൾ ആ നാട് മുഴുവനും വസന്ത ഋതുവിൽ പ്രപഞ്ചം മുഴുവൻ മാറുന്നത് പോലെ ഒരു നാട് മുഴുവനും ആനന്ദത്തിലേക്ക് ഉപനയിക്കപ്പെടുന്നു. ഇതാണ് മഹാത്മാവിന്റെ സാന്നിധ്യം. ഇതാണ് ബ്രാഹ്മീ സ്ഥിതിയിലെത്തിയ ഒരു ജ്ഞാനിയായ വ്യക്തിയുടെ സാന്നിധ്യം. അദ്ദേഹം അടുത്തിരിക്കുമ്പോൾ, അടുത്തിരിക്കാൻ വെച്ചാൽ മാനസികമായോ ശാരീരികമായോ അടുത്തിരിക്കുമ്പോൾ ഞാൻ ദുഃഖിക്കാൻ മറന്നുപോകുന്നു. ആനന്ദത്തിന്റെ തിരത്തള്ളലിൽ, കാരണം ആത്മസ്വരൂപമാണ് ആനന്ദം, ആനന്ദത്തിന്റെ തിരത്തളലിൽ എത്തുന്നു. ഇതാണ് ധ്രുവൻ തിരിച്ചു വന്നപ്പോ എല്ലാവരും സ്നേഹത്തോടെ സ്വീകരിച്ചു എന്ന് പറയുന്നത്. ക്രമേണ ധ്രുവന് ഉത്തമൻ, ഭഗവാൻ തന്നെ പറഞ്ഞിരുന്നു ഉത്തമൻ ഒരു കാട്ടിൽ പെട്ടിട്ട് മരിക്കും, സുരുചിയും അങ്ങനെ മരിക്കും എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ക്രമേണ ധ്രുവന് രാജ്യം കിട്ടുന്നു. ധ്രുവൻ ഏറ്റവും ഭംഗിയായി രാജ്യം ഭരിച്ച് അവസാനം ധ്രുവ നക്ഷത്രം എന്ന തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. ഇതാണ് കഥയുടെ ഭാഗം, തത്വത്തിന്റെ ഭാഗം. ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കൂടി ഈ ചിന്തയെ ഒന്ന് വ്യാപരിപ്പിക്കാം. ഒരു ശ്രമം മാത്രമാണിത്. നമ്മൾ ഉത്താനപാദൻ, സുരുചി, സുനീതി തുടങ്ങിയവരെ നമ്മൾ ഇവിടെ പരിചയപ്പെട്ടിരുന്നു. ഇവിടെ ഉത്താനപാദൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കേട്ട കഥയിൽ ധ്രുവന്റെ അച്ഛനായിരുന്നു. ഇവർ രണ്ടുപേരും അമ്മമാരായിരുന്നു. പക്ഷേ വ്യാസമഹർഷി ഈ കഥയെ ആവിഷ്കരിച്ചത് ഇത് പല അർത്ഥസാധ്യതകളിൽ പഠിക്കപ്പെടണമെന്ന ഉദ്ദേശത്തിലാണ്. അതുകൊണ്ട് തന്നെ ധ്രുവന്റെ ഭരണം, ശ്രീമദ് ഭാഗവതം ഒരു ധാർമ്മിക രാഷ്ട്രീയത്തിന്റെ കൃതിയായി മാറുന്നത്. ഇന്നത്തെ നമ്മുടെ ലോകത്തിനാവശ്യം ധർമ്മമനുസരിച്ച് രാജ്യം ഭരിക്കുന്ന ഭരണാധിപനെയാണ്. യാതൊരു പ്രലോഭനങ്ങൾക്കും വഴങ്ങാതെ ധ്രുവൻ എന്ന വാക്കു തന്നെ അതിനെ സൂചിപ്പിക്കുന്നു. ബ്രാഹ്മീ സ്ഥിതിയിൽ നിഷ്ഠയുള്ളവൻ, ലോകത്തിലെ പ്രലോഭനങ്ങൾക്കോ സങ്കുചിതത്വങ്ങൾക്കോ മാറ്റാൻ കഴിയാത്ത സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരാളുടെ വ്യക്തിത്വത്തിന്റെ അപരിമിതമായ സാധ്യതകളെയാണ് ധ്രുവചരിതം നമ്മളെ പഠിപ്പിക്കുന്നത്.
അങ്ങനെയുള്ള ഒരു ഭരണാധിപനെ ഇന്ന് ലോകത്തിന് അത്യാവശ്യമാണ്. നമ്മൾ ജീവിക്കുന്നത് ഭക്തസമൂഹം മാത്രം ജീവിക്കുന്ന ഒരു ലോകത്തിലല്ല. രാഷ്ട്രീയ കലുഷിതമായ അഴിമതിയും അക്രമവും ഒക്കെ നിറഞ്ഞൊരു ലോകത്താണ് നമ്മൾ ജീവിക്കേണ്ടത്. ഭാരതത്തിന് ഭരണാധിപനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ടായിരുന്നു. ഒരു രാജ്യം എങ്ങനെ ഭരിക്കപ്പെടണം, ഒരു രാജ്യത്തിന്റെ ധാർമ്മിക നയം എങ്ങനെയായിരിക്കണമെന്ന് ഭാരതത്തിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ഇത്തലത്തിൽ കൂടി രചിക്കപ്പെട്ടിട്ടുള്ള കഥയാണ് ധ്രുവചരിതം. ഉത്താനപാദൻ, ഉത്താനമായ പാദത്തോടു കൂടിയവൻ, അടിത്തറയില്ലാത്തവൻ എന്നാണ് അർത്ഥം. അടിസ്ഥാനമില്ലാത്തവൻ, സ്വന്തമായി വിവേകത്തോടെ പ്രവർത്തിക്കുവാനുള്ള അടിസ്ഥാനപരമായ ബുദ്ധിയില്ലാത്തവൻ. നമ്മൾ ഇതിഹാസത്തിന്റെ ഏടുകളിൽ ഇത്തരത്തിലുള്ള മറ്റൊരു കഥാപാത്രത്തെ കാണുന്നുണ്ട്. ഭാര്യ പറഞ്ഞാൽ കൈകേയിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളിലൊക്കെ ദശരഥൻ നീതിമാനായിരിക്കും. പക്ഷേ കൈകേയി പറഞ്ഞാൽ എല്ലാം മറന്നുകൊണ്ട് ക്രോധാലയത്തിൽ പ്രവേശിച്ച കൈകേയിയോട് ദശരഥൻ പറയുന്നുണ്ട്, നിനക്ക് ഏതെങ്കിലും സമ്പന്നനായ വ്യക്തിയെ ദരിദ്രനാക്കണോ? ഞാൻ ചെയ്തുതരാം. ദാ ഇവിടെ കിടക്കുന്ന, കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഒരു മഹാ കൊലപാതകിയായ ആളെ മോചിപ്പിക്കണോ? നിനക്ക് വേണ്ടി ഞാൻ ചെയ്തു തരാം. അതായത് രാജ്യവും അധികാരവും മുഴുവൻ പത്നിയുടെ പാദങ്ങളിൽ അടിയറവ് വച്ച അധാർമികതയുടെ പ്രതീകമായ, അല്ലെങ്കിൽ ഭരണകൂട ബാഹ്യശക്തികൾ ഭരണകാര്യങ്ങളിൽ ഇടപെട്ടതുമൂലം ഒരു രാഷ്ട്രം എത്രമാത്രം അധപ്പതിച്ചുവെന്ന് ഇതിഹാസത്തിന്റെ ഏടുകളിലൂടെ വ്യാസഭഗവാൻ നമുക്ക് കാണിച്ചു തന്നു. ഇവിടെ വ്യാസഭഗവാൻ ഉത്താനപാദൻ എന്ന ഒരു കഥാപാത്രത്തിന്റെ സൃഷ്ടിയിലൂടെ, അതൊരു ഒരു ഒരു വളരെ മനോഹരമായ ഒരു കൽപ്പനയുടെ പേരാണ് ഉത്താനപാദൻ. പാദം നിലത്ത് വെക്കാതെ, അടിസ്ഥാനമില്ലാത്ത ചിന്തയിൽ പ്രവൃത്തിയിൽ ദൃഢതയില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഉത്താനപാദൻ. അദ്ദേഹത്തിന്റെ 2 പത്നിമാരാണ്. ഒരു രാജ്യത്തെ എങ്ങനെ ഭരിക്കാം എന്ന് 2 രീതിയിൽ കാണിക്കുന്നു. ഒന്ന് സുരുചിയോടെ ഭരിക്കാം, ഒന്ന് സുനീതിയോടെ ഭരിക്കാം. സുരുചി, ഇഷ്ടമനുസരിച്ച്, രാജാവിന്റെ ഇഷ്ടമനുസരിച്ച് നിൽക്കുന്ന രാജാവിന്റെ പ്രിയപ്പെട്ട ഭാര്യ, രാജാവിന്റെ രുചി അനുസരിച്ചാണ്, രാജാവിന്റെ പ്രിയമനുസരിച്ചാണ്. സുരുചി എല്ലാ ഭരണകാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരുന്നു എന്നത്. സുരുചിയുടെ മകൻ മടിയിൽ കയറിയിരുന്നു എന്നത് സൂചിപ്പിക്കുന്നത് അച്ഛന്റെ മടിയിൽ സ്വാഭാവികമായി മകൾ കയറിയിരിക്കുന്ന, മകൻ കയറിയിരിക്കുന്ന ലാഘവത്തോടെ അല്ല. അവിടെ അച്ഛന്റെ മടിയിൽ ഇരുന്ന മകന്റെ ചിത്രത്തിലൂടെ ഋഷി നമുക്ക് പറഞ്ഞു തരുന്നത് സുരുചിയിലൂടെ, തന്റെ ഇഷ്ടത്തിനനുസരിച്ച് രാജ്യകാര്യങ്ങളെ മാറ്റിയെടുക്കുന്ന ഭരണകൂട ബാഹ്യമായ ഒരു ശക്തിയുടെ ഇടപെടലാണ് സുരുചി എന്ന സ്ത്രീയിലൂടെ മകൻ മടിയിൽ കയറിയിരുന്നു, രാജാവിന്റെ മടിയിൽ കയറിയിരുന്നു. രാജാവ് വെറും ഒരു വ്യക്തിയല്ല, ഒരു ഭർത്താവല്ല രാജാവ്. രാജാവ് ഒരു ഭർത്താവല്ല എന്ന് ശക്തമായ തീരുമാനത്തിലൂടെ ശ്രീരാമചന്ദ്രസ്വാമി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. തന്റെ എല്ലാ സൗഭാഗ്യങ്ങളും, തന്റെ എല്ലാം രാഷ്ട്രധർമ്മം നിലനിൽക്കുന്നതിന് വേണ്ടി ത്യജിച്ച ശ്രീരാമചന്ദ്രന്റെ ഉദാത്തമായ ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോ മടിയിൽ കയറിയിരുന്ന പുത്രന്റെ സൂചന, രാജാവിന് ഇഷ്ടമനുസരിച്ച് അടിസ്ഥാനമില്ലാത്ത, ധാർമ്മികതയുടെ അടിത്തറയില്ലാത്തൊരു രാജാവ് തന്റെ ഭരണകൂട ബാഹ്യമായ ഇഷ്ടമുള്ള ഇടപെടലുകളിലൂടെ രാജ്യത്തെ ഏത് രീതിയിലും വിനിയോഗിക്കാൻ ശക്തിയുള്ള, താല്പര്യമുള്ള ഒരു രാജാവിന്റെ അധപ്പതനത്തിന്റെ ചിത്രമാണ് ഇവിടെ സുരുചിയിലൂടെയും ഉത്താനപാദനിലൂടെയും കാണിച്ചു തന്നത്. 2ാമത്തെ പത്നി രാജ്യഭരണത്തിന്റെ മറ്റൊരു സാധ്യതയാണ്, സുനീതിയായിരുന്നു. പക്ഷേ കഥയിൽ പറയുന്നുണ്ട് അവൾ എപ്പോഴും അവഗണിക്കപ്പെട്ടുകൊണ്ടിരുന്നു. രാജ്യത്ത് നീതി നടപ്പാകാത്ത രാജ്യഭരണത്തിന്റെ വളരെ ദയനീയമായ ചിത്രമാണ് അധപ്പതിക്കപ്പെട്ട സുനീതി എന്ന ഭാര്യയെ കാണിച്ചു തന്നത്. നീതി നടക്കുന്നില്ല, രുചിയെ നടക്കുന്നുള്ളൂ, ഇഷ്ടമേ നടക്കുന്നുള്ളൂ. രാജാവിന്റെ താല്പര്യങ്ങൾ, രാജാവിന്റെ പത്നിമാരുടെ താല്പര്യങ്ങൾ, അവരുടെ ഉപജാപക വൃന്ദത്തിന്റെ താല്പര്യങ്ങൾ മാത്രം നടക്കുന്നു, നീതി നടക്കുന്നില്ല. അതാണ് സുനീതി അവഗണിക്കപ്പെടുന്നു. അവഗണിക്കപ്പെട്ട സുനീതിയിൽ നിന്നാണ് ധ്രുവനുണ്ടായത്. ധ്രുവാ നീതിറും മതിറും മമ എന്ന് ഭഗവാൻ പറഞ്ഞതുപോലെ ഇവിടെ ഒരു നിസർഗജമായ താത്വിക സംസ്കാരത്താൽ ദൃഢമായ ബുദ്ധിയുള്ള ധ്രുവൻ,
തൻ്റെ താത്വിക സംസ്കാരം നിസർഗജമായ സംസ്കാരത്താൽ ദൃഢമായ ബുദ്ധിയുടെ പ്രതീകമായിട്ടാണ് അവന് ധ്രുവൻ എന്നുള്ള പേര്. നാരദ മഹർഷി പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുന്നു, പിന്മടക്കാൻ ശ്രമിക്കുന്നു. തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ പരമമായ തത്വം എന്താണ് എന്ന് തനിക്ക് അറിയണം എന്ന ധ്രുവന്റെ യാത്രയിൽ നിന്നും അവനെ ആർക്കും പിന്മടക്കാൻ സാധിക്കുന്നില്ല. അതായത് ഒരു അധാർമിക ഭരണം നടന്നുകൊണ്ടിരുന്ന ഒരു രാജ്യത്ത്, ദശരഥനെ പോലെ ഭരണകൂട ബാഹ്യശക്തികൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ദൃഢമായ നീതി നടപ്പാക്കാൻ വേണ്ടി ധ്രുവമായ മനസ്സോടുകൂടി അവന്റെ ഇറങ്ങിപ്പോക്കാണ് നാം ധ്രുവന്റെ ഗമനത്തിൽ കാണുന്നത്. അവൻ തിരിച്ചു വരുന്നതോ, വിവേകാനന്ദ സ്വാമികള് തൻ്റെ സന്യാസത്തിന് പോകുന്നതിന് മുൻപ് എഴുതി വെച്ച ഒരു വരികൾ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഐ വിൽ നോട്ട് റിട്ടേൺ until I can burst on the society as a bomb and make it follows me as a dog എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ സമൂഹത്തിൽ ഒരു ധാർമ്മികതയുടെ പ്രസരം സൃഷ്ടിക്കുന്ന ഒരു സാന്നിധ്യമായി മാറുന്നത് വരെ ഞാൻ തിരിച്ചു വരില്ല. ധ്രുവൻ തപസ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ധാർമ്മിക രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്. ധ്രുവൻ തിരിച്ചു വന്നു. എങ്ങനെ? ബ്രാഹ്മീ സ്ഥിതിയിലുള്ള ഒരു ഭരണാധിപനായിട്ട്. ഭാരതത്തിന്റെ ഭരണാധിപൻ എന്ന ആശയം തുടങ്ങുന്നത് സ്ഥിതപ്രജ്ഞ ദർശനത്തിൽ നിന്നുമാണ്. സ്ഥിതപ്രജ്ഞനായ ഒരു ഭരണാധികാരിയാണ് യഥാർത്ഥ ഭരണാധികാരി. ഞാൻ ഒരു വാക്കുകളിവിടെ വായിക്കാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സംപൂജ്യ രംഗനാഥാനന്ദ സ്വാമികൾ നടത്തിയ പ്രൗഢമായ പ്രഭാഷണങ്ങളിൽ ഇറ്റേണൽ വാല്യൂസ് ഫോർ എ ചേഞ്ചിങ് സൊസൈറ്റി എന്ന സ്വാമിജിയുടെ പ്രഭാഷണ പരമ്പരയിൽ ഡെമോക്രസിയുടെ നിർവചനം സ്വാമി പറയുന്നുണ്ട്. സ്വാമിജി പറയുന്നു, ഡെമോക്രസിയുടെ ഏറ്റവും കാതലായ അംശം എന്ന് പറയുന്നത് എൻലൈറ്റൻ സിറ്റിസൺഷിപ്പ്, പ്രബുദ്ധ പൗരത്വമാണ്. സമൂഹത്തിലെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്ന, ധാർമ്മികമായി സമൂഹത്തെ നയിക്കുന്ന പ്രബുദ്ധ പൗരത്വമാണ് ഡെമോക്രസിയെ മുന്നോട്ട് നയിക്കുന്നത്. പ്രബുദ്ധ പൗരത്വത്തോടൊപ്പം ശക്തമായ അഡ്മിനിസ്ട്രേഷൻ കപ്പാസിറ്റി ഉള്ളവർ നമ്മുടെ ഇടയിൽ ഉണ്ടായി വരണം. ഞാൻ ആ വാക്ക്, സ്വാമിജിയുടെ വാക്കുകൾ വായിക്കാം. ഇൻ എ ഡെമോക്രസി ദ ക്വാളിറ്റി ഓഫ് അഡ്മിനിസ്ട്രേഷൻ കൗണ്ട്സ് എ ലോട്ട്. ഇഫ് ദ അഡ്മിനിസ്ട്രേഷൻ ഇസ് ജസ്റ്റ് ആൻഡ് ഇംപാർഷ്യൽ, സ്ട്രിക്റ്റ് ഇൻ പ്രിൻസിപ്പിൾസ് and liberal in execution, the concept of welfare state will no longer be a pious platitude. The great responsibility of our national welfare rests upon our administrators. Swamiji idine nirvachikunathu, India's traditional concept of Rajarshi is cited as the best example for an administrator. Rajarshi means both Raja and Rishi. And the concept unites the heroism of saintliness and the heroism of manliness. മാനവികതയുടെ മഹത്തായ ദാർശനിക സൗധത്തിൻ കീഴിൽ ഒരു ഋഷിയുടെ നന്മയും ഋഷിയുടെ നൈർമല്യവും കളരുമ്പോൾ, ഋഷിയുടെ ത്യാഗവും മാനവികതയുടെ മധുരസ്പർശവും ചേരുമ്പോൾ ഒരു നല്ല ഭരണാധിപൻ രൂപമെടുക്കും. ഇത് ലോകം മുഴുവൻ ചിന്തിച്ചിട്ടുണ്ട്. പ്ലേറ്റോയുടെ ഫിലോസഫർ കിങ് എന്ന സങ്കല്പം, എ കിങ് ഷുഡ് ബി സെയിന്റ്ലി വിത്തിൻ ആൻഡ് കിങ്ലി വിത്തൗട്ട് എന്ന സങ്കല്പം. ഒരു ഭരണാധിപൻ ഒരു ഋഷിയുടെ മനസ്സും ഒരു ശക്തമായ ഒരു ഭരണാധിപന്റെ ശക്തിയും കാണിക്കുന്നവനായിരിക്കണം. ഇവിടെ സ്വാമിജി പറയുന്നു, the philosophy of administration as taught in Indian tradition combines the energy of vision with the energy of action and imparting to men the double energy resource of character efficiency and work efficiency. When സ്വാമിജിയുടെ വളരെ പ്രസിദ്ധമായ വരികളാണിത്. when power becomes humanly oriented, രാജാവിന് പവർ ഉണ്ട്, അധികാരമുണ്ട്. when this power becomes humanly oriented, മാനവികതയുടെ സ്പർശം അധികാരത്തിന് മേൽ വരുമ്പോൾ becomes spiritual, and the man who handles such power, ഒരു ബ്രാഹ്മി സ്ഥിതിയിലെത്തിയ സ്ഥിതപ്രജ്ഞ സ്വഭാവത്തിലെത്തിയ ഒരു ഭരണാധിപൻ അധികാരം കൂടി കൈകാര്യം ചെയ്താലോ, അങ്ങനെ കൈകാര്യം ചെയ്താൽ such power becomes a spiritual person with a socially oriented will. ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഭരണാധിപൻ അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. സ്വാമിജി പറയുന്ന ഈ വിഷനും ആക്ഷനും ഒരുമിക്കുമ്പോൾ യോഗേശ്വരനായ കൃഷ്ണന്റെ തപോവീര്യവും
ധനുർധരനായ പാർത്ഥന്റെ ക്ഷാത്രവീര്യവും യോജിക്കുമ്പോൾ ശ്രീ വിജയോ ഭൂതർ ധ്രുവ നീതിർ മതിർ മമ എന്ന് ഭഗവാൻ പറഞ്ഞതുപോലെ ഇവിടെ ബ്രാഹ്മി സ്ഥിതിയിലെത്തിയ ഗാന്ധിജി പറയുന്ന രാമരാജ്യം എന്ന ആശയത്തെ നമുക്കിതുപോലെ ചേർത്ത് വായിക്കാവുന്നതാണ്. രാമന്റെ രാജ്യം സ്ഥിതപ്രജ്ഞന്റെ ഭരണമായിരുന്നു. യാതൊരു വിധത്തിലുള്ള സ്വാർത്ഥ താല്പര്യങ്ങളുമില്ലാതെ തന്നെ സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു ഭരണാധിപന്റെ ഭരണം. അത്തരത്തിൽ ധാർമ്മികമായി ഉപനയിക്കപ്പെട്ട പ്രബുദ്ധ പൗരത്വമുള്ള ജനങ്ങൾ ജീവിക്കുന്ന ഒരു നാട്. ഇത് ഭാരതത്തിന്റെ സങ്കല്പമായിരുന്നു. ഇത് ഭാരതത്തിൽ ഋഷിമാർ യാഥാർത്ഥ്യമാക്കിയ ചിന്തയായിരുന്നു. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ധ്രുവന്റെ ചരിതം സുരുചിയിലൂടെ ഉത്താനപാതനായി ഭരണം നടത്തിയിരുന്ന ഒരു അധാർമിക രാഷ്ട്രീയത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഭരണകൂട ബാഹ്യമായ എല്ലാ ശക്തികളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട്, സുരുചിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് സുനീതി നടപ്പാക്കിയ ധ്രുവന്റെ ഭരണ സമ്പ്രദായം. ധ്രുവൻ നക്ഷത്രമായി എന്ന് പറയുന്നു. എന്നും നിൽക്കുന്നതാണ് നക്ഷത്രം, താരകമാണ് നക്ഷത്രം, തരണം ചെയ്യിപ്പിക്കുന്നതാണ് നക്ഷത്രം. ഇത്തരത്തിലുള്ള ധാർമ്മിക ഭരണം എക്കാലത്തും ആവശ്യമാണ്. നമുക്കറിയാം, ഭൂമിയുടെ ഭാഗ്യ ദൗർഭാഗ്യങ്ങൾ നിർവചിക്കുന്നത് ധ്രുവ നക്ഷത്രത്തിന്റെ സ്ഥാനം നോക്കിയിട്ടാണ്. അതുപോലെ ധാർമ്മിക ഭരണമുണ്ടെങ്കിൽ, ധ്രുവമായ ഭരണമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഭരണാധിപന്മാർ എന്നും നിലനിൽക്കണം. അതിനുവേണ്ടി ഋഷി കൽപ്പിച്ച ഒരു സങ്കല്പമാണ് ധ്രുവന നക്ഷത്രമായി പരിഗണിച്ചത്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ജനാധിപത്യ രാഷ്ട്രത്തിൽ ഈ രാഷ്ട്ര ജീവിതം നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുന്ന പലവിധ പ്രശ്നങ്ങൾക്കും നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ട കാലം അതിക്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയുമ്പോഴും, നാം ഭക്തസമൂഹം ഒരു ചെറിയ സംഘമായി നമ്മുടെ ദൈനംദിന ഭക്തിയാദി കാര്യങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ നാം വിസ്മരിക്കുന്നത് ഈ രാഷ്ട്രം രാജർഷിമാർ ഭരിച്ച രാഷ്ട്രം, സ്ഥിതപ്രജ്ഞന്റെ ഭരണത്തിൻ കീഴിൽ ബ്രാഹ്മി സ്ഥിതിയിലെത്തിയ എല്ലാ ത്യാഗസമ്പന്നന്മാരായ ഭരണാധിപന്മാർ ഭരിച്ച ഒരു രാഷ്ട്രം, രഘുവംശ മഹാരാജാക്കന്മാരുടെ മഹത്തായ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രം, ഈ ഹീറോയിസം, ഈ ഒരു മാനവികതയുടെയും അധികാരത്തിന്റെയും ശക്തികളെ സമന്വയിപ്പിക്കുന്ന ഒരു ദർശനം ഭാരതത്തിനുണ്ടായിരുന്നു. അത് നമുക്ക് കൈമോശം വന്നത് ഭാരതത്തിന്റെ ഭാവിയിലേക്കുള്ള പ്രയാണത്തിൽ വളരെ തടസ്സങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല. രംഗനാഥാനന്ദ സ്വാമിജി തന്റെ ആ പ്രഭാഷണ പരമ്പരയിൽ മുഴുവൻ സൂചിപ്പിക്കുന്നത് ഒരു രാജ്യത്തിൽ അഡ്മിനിസ്ട്രേറ്ററുടെ കഴിവെന്താണ്, സിറ്റിസന്റെ ഉത്തരവാദിത്തം എന്തൊക്കെയാണ്. ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും നമ്മൾ അകന്നു പോകുന്നത് കൊണ്ട് രാഷ്ട്രജീവിതം ഭീഷണമായ പല വെല്ലുവിളികളെയും നേരിടുന്നുണ്ട്. ഇതിന് പരിഹാരമാവണമെങ്കിൽ നാം ജീവിക്കുന്ന ഈ നാട്, ഇവിടെ അഴിമതിക്കും അധാർമികതയ്ക്കുമെതിരായി ശക്തമായ സ്വരങ്ങൾ പ്രബുദ്ധ പൗരന്മാരിൽ നിന്നും ഉണ്ടാവണം. പ്രബുദ്ധ പൗരത്വത്തിനെ രാഷ്ട്രം നേരിടുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ശക്തി ഉണ്ടാവും. രാഷ്ട്രത്തെ പരമമായ തത്വത്തിലേക്ക് ഉയർത്തുവാൻ പ്രബുദ്ധ പൗരത്വത്തിനെ സാധിക്കും. ഒപ്പം പ്രബുദ്ധ പൗരത്വത്തിന് നേതൃത്വം നൽകുന്ന രാജർഷിയായ നേതാവുണ്ടാവണം. പ്രലോഭനങ്ങൾക്ക് വഴങ്ങാത്ത, ധ്രുവന്റെ ഓരോന്നും നോക്കൂ, പ്രലോഭനങ്ങൾക്ക് വഴങ്ങാത്ത, ധ്രുവമായ നീതി നടപ്പാക്കുന്ന, അധാർമികതയ്ക്കെതിരെ ശക്തമായി നക്ഷത്ര സമാനമായി എന്നും നിലനിൽക്കുന്ന സങ്കല്പമായി ധ്രുവൻ മാറി. അത്തരത്തിലുള്ള ധാർമ്മിക രാഷ്ട്രീയത്തിന്റെ കഥ കൂടിയാണ് ധ്രുവചരിതം. ഇപ്പോൾ ധ്രുവചരിതം കുട്ടിക്കാലത്തു കേട്ട ധ്രുവൻ നക്ഷത്രമായി എന്ന സാമാന്യ കഥയിൽ നിന്നും ഈ രണ്ട് അർത്ഥതലങ്ങളിലേക്ക്, ഒന്ന് ജീവാത്മ പരമാത്മ ഐക്യത്തെ സൂചിപ്പിക്കുന്നു, ഒന്ന് ധ്രുവമായ രാഷ്ട്രീയത്തിന്റെ, അചഞ്ചലമായ ധർമ്മബോധം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിന്റെ പ്രതീകം കൂടിയായി മാറുന്നു ധ്രുവൻ. അവിടെ ഉത്താനപതനും സുരുചിയും സുനീതിയും ഒക്കെ ധ്രുവന്റെ മാതാപിതാക്കളിൽ നിന്നും, സുരുചി എന്നതും സുനീതി എന്നതും രാജ്യം എങ്ങനെ ഭരിക്കണമെന്ന രണ്ട് സങ്കല്പങ്ങളായി മാറുന്നു. ഈ ആശയം മാത്രമേ ഈ വളരെ ചെറിയ സമയം കൊണ്ട് പങ്കുവയ്ക്കാനുണ്ടായിരുന്നുള്ളൂ. അത്തരത്തിൽ ഒരു ധർമ്മം നടപ്പാക്കുന്ന ഇടം കൂടിയാവണം, ധാർമ്മിക രാഷ്ട്രീയത്തിന്റെ പ്രായോഗിക ദൃഷ്ടാന്തം കൂടിയാവണം നമ്മുടെ ഇതിഹാസ പുരാണങ്ങൾ. നമ്മുടെ നേതാക്കന്മാർക്ക്
രാഷ്ട്രീയത്തിലായാലും ഏതു മേഖലയിലായാലും നമ്മുടെ നേതാക്കന്മാർക്ക് ഈ ധർമ്മത്തിന്റെ അടങ്ങാത്ത നീതിബോധത്തിന്റെ ശക്തി കൂടി ഉണ്ടെങ്കിലേ അവർക്ക് യഥാർത്ഥ രാജഭരണം നടത്താൻ സാധിക്കൂ. അങ്ങനെയുള്ള രാഷ്ട്രം മാത്രമേ പൂർണ്ണതയിലേക്ക് ഉയരൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ കാലത്തെയും ധാർമ്മിക രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി ധ്രുവൻ എന്ന നക്ഷത്രം നിലനിൽക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് നമ്മുടെ ദൗർഭാഗ്യങ്ങൾക്ക് കാരണമായ ആ പരമമായ ഒരു ചൈതന്യത്തിന്റെ കഥ കൂടിയാണ് ഇത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ചിന്ത നമ്മൾ സാമാന്യ ഭാഗവത വേദികളിൽ നമ്മൾ ഭഗവത് ഭക്തി വർദ്ധകമായിട്ടുള്ള കഥകളാണ് കൂടുതലും കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ആധുനിക കാലത്ത് നമ്മൾ രാഷ്ട്രീയ കലുഷിതമായിരിക്കുന്ന ഒരു കാലത്ത് ഭാരതത്തിൽ ഇത്തരത്തിലുള്ള ശക്തമായ ഒരു രാഷ്ട്രാദർശമുണ്ടായിരുന്നു. അഭിമാനപൂർവ്വം ജീവിക്കുന്ന ഭരണാധിപന്മാർ നമുക്കുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ വരെ ചരിത്രം നമ്മളെ അത് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് എല്ലാ മേഖലകളിലും നടക്കുന്ന അനീതിക്കെതിരെ ഉയർന്നു വരേണ്ട പ്രബുദ്ധ പൗരത്വവും മുന്നിൽ നിൽക്കേണ്ട ധാർമ്മിക നേതൃത്വവും നമുക്കുണ്ടാവണമെന്ന് ഇത്തരത്തിലുള്ള ഒത്തുചേരലുകളിൽ നിന്നും നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭാവിയെക്കുറിച്ച് ആകുലപ്പെടുന്ന ഭക്തസമൂഹം നമുക്കുണ്ട് എന്നതുകൊണ്ട് ഋഷീശ്വരന്മാർ നമുക്ക് തന്ന ഈ ഭാരതഭൂമിയുടെ ഐക്യവും ദൃഢതയും സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് എന്ന ഒരു സാമൂഹ്യ തലത്തിലുള്ള ചിന്ത കൂടി പങ്കുവെച്ചുകൊണ്ട് ഈ വാക്കുകൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എൻ്റെ എല്ലാ പരിമിതികൾക്കും അകത്തു നിന്നുകൊണ്ട് ഇതൊരു സാമ്പ്രദായികമായിട്ടുള്ള രീതിയിലുള്ള ചിന്തയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പുതിയ കാലത്തു നിന്ന് ചിന്തിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർ, ഇന്നത്തെ രാഷ്ട്രീയ കലുഷിതമായ ഈ ലോകത്ത് ജീവിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർ, ഇവിടെ കൂടിയിരിക്കുന്ന മുതിർന്നവരുടെ മുമ്പിൽ നിങ്ങളിലെയൊക്കെ ഈ ഒരു പ്രബുദ്ധ പൗരത്വം ഉണർന്നാൽ മാത്രമേ നമ്മുടെ രാഷ്ട്രത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കൂ എന്ന ചിന്ത കൂടി പങ്കുവച്ചില്ലെങ്കിൽ അതൊരു വലിയ അനീതിയാവും എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ ധ്രുവചരിതത്തെ ഇത്തരത്തിൽ വായിക്കുവാൻ, ഈ രീതിയിൽ കൂടി വായിക്കുവാൻ ശ്രമിച്ചത്. എന്തായാലും മഹാത്മാക്കളായ ആചാര്യന്മാരുടെ മുമ്പിലും എല്ലാ അനുഗ്രഹങ്ങളും തന്നുകൊണ്ടിരിക്കുന്ന ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രബുദ്ധരായ ഭാഗവത പഠിതാക്കളുടെ മുമ്പിലും പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അവസരം എനിക്ക് തന്നതിൽ, ഞാൻ 2-3 ദിവസമായിട്ട് സ്ഥലത്തുണ്ടായിരുന്നില്ല, ഞാൻ ഈ തൊണ്ടയുടെ ശബ്ദമില്ലായ്മയും കൊണ്ട് മാറ്റിവെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ളൊരു ധന്യമായ വേദി നമ്മളെപ്പോലുള്ള വളരെ ഈ വിഷയത്തിൽ ഒട്ടും ധാരണയില്ലാത്തവർക്കൊക്കെ അനുഗ്രഹങ്ങൾ തരുന്നൊരു വേദിയാണ്. ആ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആചാര്യന്മാരുടെ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഈ വാക്കുകൾ നിർത്തുന്നു.